വിവിധ സ്ഥലങ്ങളിൽ നിന്ന് ആളുകൾ ജോയിൻ ചെയ്തിട്ടുള്ള എല്ലാവർക്കും കർത്താവിന്റെ നാമത്തിലുള്ള സ്നേഹവന്ദനത്തെ അറിയിക്കുന്നു. കഴിഞ്ഞ 2 ദിവസമായി ദൈവഭക്തിയിലുള്ള വളർച്ച എന്നുള്ള വിഷയത്തിലെ 2 കാര്യങ്ങൾ, അതിന്റെ ടോട്ടൽ ഒരു ഔട്ട്ലൈൻ ആദ്യമേ തന്നിരുന്നു. അതിന്റെ ഒരു സ്വഭാവവും ചിത്രമൊക്കെ എങ്ങനെയാണെന്ന് കണ്ടു. ഇന്ന് 1-ാം അധ്യായത്തിന്റെ 10 മുതൽ 2-ാം അധ്യായത്തിന്റെ 10 വരെ, ഞാൻ പറഞ്ഞതുപോലെ ഈ വേദഭാഗത്തിലെ 3 അധ്യായങ്ങളേ ഉള്ളൂ. നമ്മൾ ഒന്ന് വായിച്ചിരുന്നെങ്കിൽ അതിനെക്കുറിച്ചൊരു വ്യക്തമായ ചിത്രം നമുക്ക് തന്നെ മനസ്സിലാക്കാൻ കഴിയുന്നതേ ഉള്ളൂ, ഒരു വിശദീകരണത്തിന്റെ ആവശ്യമില്ലാതെ. എങ്കിലും അതൊരു സഹായത്തിന് വേണ്ടി മാത്രം ഞാൻ ഈ വിഷയം പറയുന്നതെന്ന് മാത്രം. കാരണം വളരെ ശക്തമായി ക്രേത്തയിലെ ആളുകൾക്ക് എങ്ങനെ ആയിരിക്കണമെന്ന് പൗലോസ് അപ്പോസ്തലൻ ആഗ്രഹിക്കുന്ന കാര്യം തീത്തോസിന് എഴുതി അവരെ ഓർമ്മപ്പെടുത്തി അവിടുത്തെ ജനത്തെ കാര്യങ്ങളിൽ, അവിടുത്തെ സഭാകാര്യങ്ങളിൽ ക്രമപ്പെടുത്തുക, അങ്ങനെ ഒരു വാക്കാണ് അപ്പോസ്തലൻ ഉപയോഗിച്ചിരിക്കുന്നത്. തന്നെ അവിടെ വിട്ടേച്ചു പോകുന്നതിന്റെ പിന്നിലുള്ള കാര്യം ശേഷിച്ച കാര്യങ്ങളെ ക്രമത്തിലാക്കുക. ആ വാക്ക് തന്നെ വലിയ കാര്യം അല്ലേ, മേക്ക് ഇറ്റ് ഓർഡർ. ഇന്ന് പലയിടങ്ങളിലും ക്രമം തെറ്റിയിരിക്കുന്ന ഒരു കാലമാണ്. വേണ്ടുന്നത് പോലെ കാര്യങ്ങൾ പോകുന്നില്ല. അപ്പോ കർത്താവ് ആഗ്രഹിക്കുന്ന ഒരു കാര്യമാണ്, കാര്യങ്ങളൊക്കെ മസ്റ്റ് ബി ഇൻ ഓർഡർ, ക്രമത്തിൽ കാര്യങ്ങൾ പോകണം. ചിലർക്ക് അത് ഇഷ്ടമുള്ള കാര്യമല്ല അല്ലേ. ആരെങ്കിലും ഒരാൾ ക്രമത്തിൽ കാര്യങ്ങൾ ചെയ്യുന്നതെന്ന് അറിഞ്ഞാൽ ഇന്ന ആളാ ചെയ്യുന്നതെങ്കിൽ എങ്ങനെയും അതിനടിയിൽ കൂടെ ഒന്ന് വലിച്ചു മാറ്റാം. അത് ദൈവഭക്തിയുടെ മാർഗമല്ല, ശരിയായ ആത്മീക ചിന്തയല്ല. ദൈവമക്കൾ കൂടുന്ന സ്ഥലത്തുള്ളതല്ല. പല സഭകളിലെയും ഒരു കാര്യം അതാ എന്ന് പറഞ്ഞാൽ, നമ്മൾ വിളിച്ചു മാറ്റി നിർത്തി ചോദിക്കുക, എന്താ സഹോദര അതിനൊരു ചെറിയൊരു കുഴപ്പമുണ്ടാകും, ഇഷ്ടപ്പെട്ടില്ല, അത്രയുള്ള കാര്യം. അതൊക്കെയാണ് അതിനകത്തൊരു പ്രയാസം. എങ്ങനെയും അതിനടിയിൽ കൂടെ ഒന്ന് വലിച്ചു മാറ്റാം. അത് ദൈവഭക്തിയുടെ മാർഗമല്ല, ശരിയായ ആത്മീക ചിന്തയല്ല. ദൈവമക്കൾ കൂടുന്ന സ്ഥലത്തുള്ളതല്ല. പല സഭകളിലെയും ഒരു കാര്യം അതാ എന്ന് പറഞ്ഞാൽ, നമ്മൾ വിളിച്ചു മാറ്റി നിർത്തി ചോദിക്കുക, എന്താ സഹോദര അതിനൊരു ചെറിയൊരു കുഴപ്പമുണ്ടാകും, ഇഷ്ടപ്പെട്ടില്ല, അത്രയുള്ള കാര്യം. അതൊക്കെയാണ് അതിനകത്തൊരു പ്രയാസം. എന്നാൽ അതുകൊണ്ട് ഇന്ന് ഈ 1-ന്റെ 10 മുതൽ 2-ന്റെ 10 വരെയുള്ള ഭാഗത്ത് 2 വശങ്ങളാണ് നമ്മളിന്ന് നോക്കാനായിട്ട് ആഗ്രഹിക്കുന്നത്. ഒന്ന്, അതിനൊരു നെഗറ്റീവ് ഭാഗമാണ് എന്ന് വേണമെങ്കിൽ പറയാം. ദൈവഭക്തിയിൽ ആകേണ്ടത് എങ്ങനെയാണ്, ആകരുതാത്തത് എങ്ങനെയാണ്. ഒരു ഭാഗം ആകേണ്ടതാണ്, അത് എന്തുകൊണ്ടാകണം എന്നാണ് സത്യത്തിൽ അതിനെക്കുറിച്ച് പറയേണ്ടുന്നത്. നമ്മൾ അതിന്റെ 10-ാമത്തെ വാക്യത്തിൽ വായിക്കുമ്പോൾ ഞാൻ തുടക്കത്തിൽ പറഞ്ഞതുപോലെ ഒരു കാര്യം പറയുന്നുണ്ട്. ഒരു കൂട്ടം ആളുകൾ ഈ സഭയുടെ ഉള്ളിലുണ്ട്, ഇതിനകത്തുണ്ട്. അല്ല, എന്താണ് കുഴപ്പമെന്ന് വെച്ചാൽ അവരുടെ മനോഭാവങ്ങൾ ദൈവഭക്തിയിൽ വളരുന്നതിന് യോജിച്ചതല്ല. അങ്ങനെ ഒരിക്കലും ആകാൻ പാടില്ല. അപ്പോൾ എന്തുകൊണ്ട് നമ്മളുടെ ഉപദേശവും പ്രവൃത്തിയും ഒരുപോലെ ആയിത്തീരണം. അതിനൊരു നല്ല വാക്ക് പറഞ്ഞാൽ, ചർച്ച് ടു ബി സൗണ്ട് ഇൻ ഫെയ്ത്ത്, വിശ്വാസത്തിൽ നാം ഉറപ്പുള്ളവർ ആകണം. അതിന് അപ്പോസ്തലൻ ഉപയോഗിച്ചിരിക്കുന്ന ഒരു വാക്ക് 13-ാമത്തെ വാക്യത്തിലാണ്. അത് നിമിത്തം അവർ വിശ്വാസത്തിൽ ആരോഗ്യമുള്ളവരായിരിക്കണം. അതാണ് അപ്പോസ്തലന്റെ ആഗ്രഹം. ഈ ഒരു ലക്ഷ്യത്തോടു കൂടിയാണ് തീത്തോസിനോട് പറയുന്നത്, ഈ കാര്യങ്ങൾ ഇങ്ങനെയാകണം, ഇങ്ങനെ ചെയ്യണം. അപ്പൊ അപ്പോസ്തലന്റെ പിന്നിലുള്ള താല്പര്യം ഇതാണ്, വിശ്വാസത്തിൽ എല്ലാവരും ആരോഗ്യമുള്ളവരാകണം. ആരോഗ്യമില്ലാതെ വന്നാൽ എന്താ വരുന്നത്? നമ്മൾ പലപ്പോഴും പറയത്തില്ലേ, രോഗം പെട്ടെന്ന് പിടിക്കാനുള്ള കാര്യം നമുക്ക് ഈ രോഗപ്രതിരോധ ശക്തി ഇല്ലാതെ വരുമ്പോഴാണ് രോഗം പെട്ടെന്ന് വരുന്നത്. ഇമ്മ്യൂണെ കുറയും, ശരീരത്തിൽ രോഗം പെട്ടെന്ന് കയറി പിടിക്കും. ചിലർക്ക് ചില പ്രത്യേക രോഗം വന്നാൽ മറ്റസുഖമുള്ളവർ അങ്ങോട്ട് ചെല്ലരുതെന്ന് പറയും. കാരണം അവർക്കിപ്പോ ശരീരത്തിനുള്ള ബലം കുറവാ, ആരോഗ്യം കുറവാ, ഇമ്മ്യൂണിറ്റി കുറവാ, അവരെ പെട്ടെന്ന് രോഗം കയറി പിടിക്കും. വിശ്വാസത്തിന്റെ കാര്യത്തിലും ഇങ്ങനെ, ചിലര് ആരോഗ്യമുള്ള ക്രിസ്തീയ ജീവിതം അല്ലാത്തത് കൊണ്ട് എന്തും കയറി അവരെ പൊള്യൂട്ടാക്കാൻ എളുപ്പ, നശിപ്പിച്ചു കളയാൻ എളുപ്പ. അങ്ങനെയുള്ളവരുണ്ട് താനും. അതാണ് ഈ വേദഭാഗത്ത് കാണുന്നത്. അങ്ങനെയുള്ളവരുള്ളത് കൊണ്ടും ദൈവഭക്തിയിൽ വളരുന്നതിന്റെ ശക്തരായി അല്ലെങ്കിൽ ആരോഗ്യമുള്ള വിശ്വാസികളായി ജീവിക്കേണ്ടതിന് എല്ലാ മേഖലയിലുമുള്ള 4 കൂട്ടം 5 കൂട്ടം മേഖലകൾ പറയുന്നതിനും, വൃദ്ധന്മാർ, വൃദ്ധകൾ, യൗവനക്കാരിത്തികൾ, യൗവനക്കാർ, ദാസന്മാർ എന്നുള്ള 2-ാം അധ്യായത്തിന്റെ പ്രാരംഭത്തിൽ പറയുന്നുണ്ട്. ആദ്യമായിട്ട് ഇവിടെ അപ്പോസ്തലൻ ഓർമ്മപ്പെടുത്തുന്ന ഒരു കാര്യമുണ്ട്. 11-ാമത്തെ വാക്യത്തിൽ ഇങ്ങനെ പറഞ്ഞ്, അവരുടെ വാ അടപ്പിക്കണം എന്നൊരു വാക്കാണ് അപ്പോസ്തലൻ ഉപയോഗിച്ചിരിക്കുന്നത്. കാരണം അവിടെ അതിനകത്ത് പറഞ്ഞിരിക്കുന്ന ഒരു കാര്യം, ഈ ദുരുപദേശം കൊണ്ടുവരുന്ന ആളുകളുടെ പ്രവൃത്തിയെ നാം നിർത്തണം. അതിന്റെ കാരണം ഞാൻ മുമ്പേ പറഞ്ഞു, വിശ്വാസത്തിൽ ജനം ആരോഗ്യമുള്ളവരാകണമെങ്കിൽ അവരെ തെറ്റിച്ച് കളയുന്നതിനെ നാം നിർത്തിയേ മതിയാകുകയുള്ളൂ. കാരണം ദൈവപ്രവൃത്തി എവിടെ നടക്കുന്നു അവിടെ ഒക്കെ പിശാചിന്റെ പ്രവൃത്തി ഉണ്ട് കേട്ടോ. സത്യം പ്രവർത്തിക്കുന്ന എവിടെ ഉണ്ടോ
അവിടെ ദുഷ്പ്രചരണം ഉണ്ടാകാൻ സാധ്യതയുണ്ട്. അത് അന്നത്തെ കാലത്തും ഇന്നത്തെ കാലത്തും ദൈവഭക്തിയോടുകൂടെ, ദൈവിക ഉദ്ദേശത്തോടെ, നല്ല ഉദ്ദേശത്തോടുകൂടെ സുവിശേഷ വേല ചെയ്യണമെന്നുള്ള ആഗ്രഹത്തോടെ പ്രവർത്തിക്കാനായിട്ട് തുടങ്ങുന്നിടത്ത് അതിന് പ്രശ്നം ഉണ്ടാക്കുന്ന പിശാചിന്റെ പ്രവൃത്തി എവിടെയും വരാൻ സാധ്യതയുണ്ട്. അവിടെ പറയുന്നൊരു കാര്യമുണ്ട്, അവരുടെ വാക്കിനെ അടയ്ക്കണം. കാരണം അവര് പറയുന്ന ഭോഷ്ക് അവർ നിർത്തലാക്കണം. കാരണം അവിടെ കൃപ മൂലം വിശ്വാസത്താലാണ് രക്ഷ എന്ന് പഠിപ്പിക്കുമ്പോൾ അവിടെ അതും കൂടെ പോരാ. നോക്കിയ 10ാമത്തെ വാക്യത്തിന് അവസാനം അവിടെ വഴങ്ങാത്ത പലരും ഉണ്ടല്ലോ, വിശേഷാൽ പരിച്ഛേദനക്കാർ എന്ന വാക്കാ. അപ്പൊ അവരുടെ ലക്ഷ്യം എന്ന് പറയുന്നത് കൃപയാൽ വിശ്വാസം മൂലം രക്ഷ എന്ന് പറയുമ്പോൾ അത് മാത്രം പോരാ, പരിച്ഛേദനക്കാർ, അങ്ങനെ ഒരു കൂട്ടം വിശ്വാസമുള്ള ആളുകൾ ഉണ്ട്. അവരുടെ കുഴപ്പം എന്താന്നുള്ള 11ാമത്തെ വാക്യത്തിൽ നോക്കിയാട്ടെ അവർ പറഞ്ഞിരിക്കുന്നു, അവർ ദുരാദായം വിചാരിച്ച് അരുതാത്തത് ഉപദേശിക്കുന്നു. അതാണ് കുഴപ്പം. അത് അന്നല്ല ഇന്നും ഉണ്ട്. ഉപദേശത്തിൽ കുഴപ്പമുണ്ട്. അരുതാത്തത്, പാടില്ലാത്തത്, ദൈവികമല്ലാത്തത്. പലപ്പോഴും ചില കാര്യങ്ങളുടെ എക്സ്പ്ലനേഷൻ പറയുമ്പോൾ പോലും ഈ വേദപുസ്തകത്തിൽ കർത്താവ് അല്ലെങ്കിൽ പല കാര്യങ്ങളും പഠിപ്പിക്കുമ്പോൾ അതിന് പിന്നിൽ ഒരു ഉദ്ദേശത്തോടു കൂടിയാണ് എഴുതിയിരിക്കുന്നത്. അതിന് സാധാരണ വേദപുസ്തക പഠിതാക്കൾ പറയുന്നുണ്ട്, എന്താ ഇന്റൻഡഡ് മീനിങ് എന്ന് പറയും. എഴുതിയ ആൾ ഉദ്ദേശിച്ച ഒരു താല്പര്യമുണ്ട്. അതല്ലാതെ എൻ്റെ ഉള്ളത്തിൽ തോന്നുന്ന കാര്യങ്ങൾ പഠിപ്പിച്ചെടുക്കാൻ ശ്രമിക്കരുത്. അതെല്ലാ കാലത്തുമുണ്ട്. ഉപദേശത്തിൽ കേടുള്ളത് വരരുത്. ഇവരെ സംബന്ധിച്ച് പറയുന്നു, അവർ അരുതാത്തത് ഉപദേശിച്ചുകൊണ്ടെന്നാ പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ അവർ ആവശ്യമില്ലാത്തത് കൂട്ടിച്ചേർക്കുന്നു, അരുതാത്തത് ഉപദേശിക്കുന്നു. അതുകൊണ്ട് നമ്മൾ എങ്ങനെ വേണം? നമ്മുടെ ലക്ഷ്യം എന്താണ്? വിശ്വാസത്തിൽ ശക്തരായ ദൈവമക്കൾ ഉണ്ടാകണം. അതാണ് ദൈവഭക്തിയിൽ വളരുന്നതിന്റെ ലക്ഷണം തന്നെ. നാം ശക്തരായി തീരണം. അവിടെ തെറ്റായ ഉപദേശക്കാർ ഉള്ളത് കൊണ്ട് അവരുടെ പ്രത്യേകത പറഞ്ഞിട്ട് നമ്മൾ എങ്ങനെ ആകണമെന്നാ പറയുന്നത്. ഈ തെറ്റായ ഉപദേശക്കാരുടെ പ്രത്യേകതകൾ എന്തെന്ന് സമയത്തിനുള്ളിൽ ഞാൻ വേഗത്തിൽ ഓടിച്ചു പറയാൻ ആഗ്രഹിക്കുക. നോക്കിയാട്ടെ, അവിടെ പറയുന്ന ഒരു കാര്യമുണ്ട് 10ാമത്തെ വാക്യത്തിൽ, അവർ വഴങ്ങാത്തവരാണെന്ന്. എന്ന് പറഞ്ഞാൽ മത്സരികളാ. ഏതെങ്കിലും കാര്യം പറഞ്ഞാൽ നിങ്ങൾ ചില ശ്രദ്ധിച്ചു കാണും, ചില കമ്മിറ്റികളിലോ വീട്ടിലോ ഒക്കെ ഉപയോഗിക്കുന്ന ഒരു വാചകമുണ്ട്, ഒരു പൊടിക്കൊന്ന് അടങ്ങുന്നേ, അല്ലെ? അവസാനം അങ്ങനെ പറയേണ്ടി വരും. ഞാൻ കേൾക്കത്തില്ല, ഞാൻ പറഞ്ഞാൽ കേൾക്കത്തില്ല, ഞാൻ പറഞ്ഞത് നടന്നിട്ട് ഒന്നിരിക്കുന്നേ, ഇനി ഉള്ളവരെല്ലാം കൂടെ ഒന്ന് ഇരിക്ക്, ഒന്ന് അടങ്ങ്, ഒന്ന് മിണ്ടാതിരിക്കെ. വീട്ടിലൊക്കെ ഉണ്ടല്ലോ ചിലപ്പോൾ വഴക്കൊക്കെ ഉണ്ടാകുമ്പോൾ ഉറക്കെ പറയും, എന്റെ കൊച്ചെ നീ ഒരിച്ചിരി നേരത്തേക്ക് ഒന്ന് ആര് അപ്പച്ചൻ പറഞ്ഞാലും വീട്ടുകാർ പറഞ്ഞാലും സഭാ നേതൃത്വം പറഞ്ഞാലും വഴങ്ങാത്തവർ ഉണ്ട്. ഇങ്ങനെയുള്ളവരെയൊക്കെ നമ്മൾ പ്രത്യേകം അടക്കുവാൻ ദൈവവചനത്തോടുള്ള ബന്ധത്തിൽ, അവര് ഈ ദൈവവചനത്തിന് വിരുദ്ധമായി പല കാര്യങ്ങൾ പറയുന്നവർ, അവർ വഴങ്ങാത്തവരാ. എന്ന് പറഞ്ഞാൽ മത്സരികളാണ്. പിന്നെ ഈ വഴങ്ങുക എന്ന് പറയുന്നത് ഈ സാധാരണക്കാർക്ക് മാത്രമല്ല, എല്ലാവർക്കും വേണം. അധികാരികളായാലും ദൈവദാസന്മാരായാലും അവർക്കും ഈ വഴങ്ങുന്ന സ്വഭാവമുള്ളവരാകണം. അതിനി നിയമം നടത്തുന്നവരായാലും ശരി, അധികാരികളായാലും ശരി. പലപ്പോഴും ഉള്ള പ്രശ്നം അതാണല്ലോ, നമ്മുടെ ദേശത്തും അധികാരികളൊക്കെ ആയി കഴിയുമ്പോൾ, അല്ലെങ്കിൽ മന്ത്രിമാരോ അല്ലെങ്കിൽ അവരുടെ അധികാരത്തിൽ വന്നു കഴിയുമ്പോൾ ആരും പറയുന്ന അവര് കേൾക്കത്തില്ല. അതാണ് ഏറ്റവും വലിയൊരു പ്രശ്നം. അങ്ങനെ ഒരു പ്രശ്നമില്ല നമ്മുടെയൊക്കെ രാജ്യത്തൊക്കെ ആക്കി വെച്ചിരിക്കുന്ന ആളുകളല്ല. ഇവിടെ നിയമത്തിന് എല്ലാവരും വിധേയരാണെന്നുള്ളതാണ് ഒരു സത്യം. അതുകൊണ്ട് എല്ലാവർക്കും വേണ്ടുന്ന ഒരു സ്വഭാവമാണ് അത് അടങ്ങുന്ന, അല്ലെങ്കിൽ നമ്മൾ വഴങ്ങുന്നൊരു സ്വഭാവം. 2, അവിടെ പറയുന്ന ഒരു വാക്കുണ്ട്. 1ാമത്തെ വാക്ക് നോക്കിയാട്ടെ, ഇതിനകത്ത് പറഞ്ഞിരിക്കുന്നത് അവര് അനാവശ്യം, വൃഥാ വാചാലന്മാർ. 10ന്റെ തുടക്കത്തിലെ വാക്കാ, ആവശ്യമില്ലാതെ സംസാരിക്കും. വാചാലന്മാരാ. അങ്ങനെയുള്ളവർക്ക് ഈ തെറ്റായ ഉപദേശം പഠിപ്പിക്കുന്ന ആളുകളുടെ പ്രത്യേകത ഏതാ? അവർക്ക് നല്ല വാചക കസർത്തുണ്ട്, നന്നായി പറയാനറിയാം, വിശദീകരിച്ച് പറയാനറിയാം. ശരിയായ സത്യം ഉപദേശിക്കുന്ന ഉപദേശിക്ക് വാചക കസർത്തില്ല. അദ്ദേഹത്തിന് വേറൊരാളിനെ വാക്കുകൊണ്ട് വീഴ്ത്താനുള്ളൊരു കഴിവില്ല. പക്ഷേ ഈ ഉപദേശത്തിൽ, തെറ്റായ ഉപദേശത്തിൽ കൊണ്ടു നടക്കുന്ന ആളുകൾ, അവർക്ക് വാചക കസർത്തുള്ളത് കൊണ്ട് ആരെയും വീഴിക്കാനായിട്ട് കഴിയും. അവർക്ക് അതിനുള്ള കഴിവുണ്ടാകാം. പക്ഷെ അവരുടെ കുഴപ്പം എന്താണെന്നറിയാമോ? അപ്പോസ്തലൻ 16ാമത്തെ വാക്യം നോക്കിയേ. അവർ ദൈവത്തെ അറിയുന്നു എന്ന് പറയുന്നു. പറച്ചിലേ ഉള്ളൂ, വിശദീകരണമേ ഉള്ളൂ, വാ കൊണ്ട് പറയുന്നതേ ഉള്ളൂ. പക്ഷെ പ്രവൃത്തികളാൽ അവരെ നിഷേധിക്കുന്നു. പറയുന്ന വാക്ക് പുറത്തോട്ടിറങ്ങി നടപ്പ് കണ്ടാൽ പറഞ്ഞ വാക്കുമായിട്ട് യാതൊരു ബന്ധവുമില്ല. അതാണ് അവരുടെ കുഴപ്പം. അപ്പോൾ അതേ വശത്ത് നിന്ന് നമ്മൾ നമ്മുടെ വശം നോക്കിയേ. ദൈവഭക്തിയിൽ വളരുന്ന ഒരാളിനെ കുറിച്ച് എന്തുണ്ടാകണം? പറയുന്ന വാക്കും നടക്കുന്ന നടപ്പും
ഒരുപോലെയാകണം. അതാണ് ദൈവഭക്തിയിൽ വളരുന്ന ആരോഗ്യമുള്ള വിശ്വാസത്തിന്റെ ഒരു ലക്ഷണം. എന്നാൽ തെറ്റായ ഉപദേശം നൽകുന്നവരെ സംബന്ധിച്ചിടത്തോളം അപ്പോസ്തലൻ പറയുന്നു, അവർ പറയുന്നു, പക്ഷെ പറയുന്നതല്ലാതെ അവരുടെ പ്രവൃത്തിയിൽ ഇതൊന്നും കാണുന്നില്ല. 12-ാമത്തെ വാക്യത്തിൽ നോക്കിയാട്ടെ. അവിടെ പറയുന്നു, അവർ അസത്യവാദികളും ദുഷ്ടജന്തുക്കളും മടിയന്മാരും പെരുവയറന്മാരും അത്രേ എന്ന് അപ്പോസ്തലൻ തന്നെ അവരെ ഉപദേശിച്ച് പറയുകയല്ല, അവരിൽ ഒരുത്തൻ, അവരുടെ വിദ്വാൻ തന്നെ പറഞ്ഞിരിക്കുക കേട്ടോ, അവര് തന്നെ പറഞ്ഞിരിക്കുകയാണ്. അപ്പോൾ അങ്ങനെയുള്ള ഒരു കൂട്ടം. അപ്പൊ ഞാൻ ഒറ്റ വാക്കങ്ങ് പറയട്ടെ, വിശദീകരണമൊന്നും വേണ്ടല്ലോ. ലോകസ്നേഹികളാ. ഇതൊക്കെയാണ് അവരുടെ പ്രധാനപ്പെട്ട താല്പര്യങ്ങൾ. അവർക്ക് മടിയന്മാരാണ്, പെരുവയർ, ജോലി ചെയ്യാൻ താല്പര്യമില്ല, പക്ഷെ എന്നാൽ ലോകസ്നേഹികളാണ്. അപ്പോൾ ദൈവം നമ്മെക്കുറിച്ച് ആഗ്രഹിക്കുന്നത് എന്താന്ന് അപ്പോസ്തലൻ സ്വന്തം കാര്യത്തിൽ പറഞ്ഞു. ഇവരിപ്പോൾ ഈ സ്വഭാവം, പക്ഷെ അപ്പോസ്തലൻ ഇൻട്രൊഡ്യൂസ് ചെയ്ത് എന്താ നോക്കിയാട്ടെ. അതിന്റെ 3-ാമത്തെ വാക്യത്തിൽ പറഞ്ഞു, സത്യത്തിന്റെ പരിജ്ഞാനത്തിനുമായി ദൈവത്തിന്റെ ദാസൻ. അങ്ങനെയാണ് അപ്പോസ്തലൻ തന്നെ കുറിച്ച് പറഞ്ഞത്. അപ്പോൾ ഇതാണ് അതിന്റെ കമ്പാരിസൺ. എന്താണ് ദൈവം ആഗ്രഹിക്കുന്നത്? ദൈവത്തിന്റെ ദാസനായിരിക്കുക എന്ന് പറഞ്ഞാൽ ഇറ്റ്സ് എ ബോണ്ട് സെർവന്റ്, ദൈവ ദാസനായിരിക്കുക. അപ്പൊ ഞാൻ ഈ ദാസൻ എന്നൊക്കെ പറയുമ്പോൾ പറയും, ഞാൻ ആർക്കും കീഴ്പ്പെട്ട് ജീവിക്കുന്നില്ല, കർത്താവ് നമ്മൾ എന്ത് ചെയ്തു? സ്വതന്ത്രരാക്കി, അല്ലെ? ഇനിയിപ്പൊ ഞാൻ ആർക്കും കീഴ്പ്പെടണം, ഞാൻ ദൈവത്തിന് മുമ്പിൽ മാത്രം. ഇപ്പൊ ദൈവത്തിന് പോലും ചിലപ്പോൾ കീഴ്പ്പെടാത്ത ആൾക്കാരുണ്ട്. ഈ എബ്രഹാം ലിങ്കൺ, ഞാൻ ഇന്നലെ ഒരു ശുശ്രൂഷയുടെ സമയത്ത് ഉപയോഗിച്ചു. എബ്രഹാം ലിങ്കൺ ഒരു സ്ഥലത്തൂടെ യാത്ര ചെയ്ത് പോകുമ്പോൾ ഒരു പെൺകുട്ടിയെ ഇങ്ങനെ വിൽക്കുന്ന സ്ഥലത്ത് കണ്ടു. അപ്പോൾ അദ്ദേഹത്തിന് വളരെയധികം വിഷമം തോന്നി കഴിഞ്ഞപ്പോൾ അദ്ദേഹം അതിനുള്ള റേറ്റ് പറഞ്ഞു. എത്ര ആണോ വാങ്ങേണ്ടുന്നത് ആ വില കൊടുത്ത് ആ പെൺകുട്ടിയെ വാങ്ങിക്കഴിഞ്ഞതിന് ശേഷം പെൺകുട്ടിയോട് പറഞ്ഞു, ഇപ്പോൾ നീ സ്വതന്ത്രയാണ് കുഞ്ഞെ, നിനക്ക് ഇഷ്ടമുള്ളിടത്തേക്ക് പോകാം. അവൾ ചോദിച്ചു, എന്റെ ഇഷ്ടം പോലെ നീ ചെയ്യാമോ? തീർച്ചയായിട്ടും, നിനക്ക് എവിടെ വേണമെങ്കിൽ പൊക്കോ, നിനക്ക് എന്ത് ചെയ്യണമെങ്കിൽ ചെയ്തു, ഇനി ആരും നിന്റെ മേൽ അധികാരമില്ല, നീ സ്വതന്ത്രയാണ്, നിനക്കുള്ള സകല കൊടുക്കേണ്ട പണവും ഞാൻ കൊടുത്തു കഴിഞ്ഞു, നിനക്ക് ഇഷ്ടം പോലെ തീരുമാനിക്കാം. അവൾ ചോദിച്ചു, ഞാൻ ഇനി എന്ത് ചെയ്യണം എന്നുള്ളത് എനിക്ക് തീരുമാനിക്കാമോ സർ? യെസ്. അപ്പൊ ആ പെൺകുട്ടി പറഞ്ഞു, എന്നാൽ ഞാൻ ഇങ്ങനെയാണ് തീരുമാനിക്കുന്നത്, ഞാൻ സാറിന്റെ കൂടെ, സാറിന്റെ ദാസിയായി എന്ത് വേണേലും ചെയ്യാൻ ഞാൻ തീരുമാനിക്കുകയാണ്. അതാണ് കർത്താവ് നമ്മെ സ്വതന്ത്രരാക്കിയപ്പോൾ നമ്മുടെ ഭാഗത്തൊരു തീരുമാനം, കർത്താവേ ഞാൻ ഇനി നിന്റെ വക, ഞാൻ നിന്റെ ദാസൻ, അല്ലെ? അതാണ് അപ്പോസ്തലൻ പറയുന്നത്. കർത്താവ് എന്നെ വീണ്ടെടുത്തപ്പോൾ ഇനി കർത്താവിന് ദാസരായി തീരുക എന്നുള്ളതാണ് അവിടെ കാണുന്നത്. എന്നാൽ ഇതിന്റെ 16-ാമത്തെ വാക്യത്തിൽ നോക്കിയാട്ടെ. അവരെ കുറിച്ച് വീണ്ടും പറയുന്നതിന്റെ വിശദീകരണങ്ങളല്ല, വാക്കുകൾ മാത്രമേ പറയാൻ ഞാൻ ആഗ്രഹിക്കുന്നു. അറക്കത്തക്കവർ, അവർ അറക്കത്തക്കവർ, അനുസരണം കെട്ടവരും, യാതൊരു നല്ല കാര്യത്തിനും കൊള്ളാത്തവർ. കാരണം മാത്രമല്ല ഇവരുടെ ഒരു സ്വഭാവം, ഇനി 11-ാമത്തെ വാക്യത്തിൽ, അരുതാത്തത് ഉപദേശിച്ചും കൊണ്ട് കുടുംബങ്ങളെ മുഴുവനും മറിച്ചു കളയുന്നു. നോക്കിയാട്ടെ, കുടുംബങ്ങളെ തകർത്ത് കളയുന്ന ഒരു സ്വഭാവമാണ് ഈ തെറ്റായ ഉപദേശക്കാർക്കുള്ളത്. ഞാനിപ്പോൾ വായിച്ചതെല്ലാം കൂടെ ചേർത്ത് നോക്കുമ്പോൾ മനസ്സിലായി കാണുമല്ലോ അവരുടെ സ്വഭാവത്തിന്റെ രീതികൾ. അവർ വാചാലന്മാരാണ്, മനോവഞ്ചകരാണ്, ആർക്കും അടങ്ങാത്തവരും വഴങ്ങാത്തവരുമാണ്, അവര് കുടുംബങ്ങളെ തകർത്ത് കളയുന്നവരാണ്. അവരെ സംബന്ധിച്ചിടത്തോളം അവർ അനുസരണക്കേടും അറയ്ക്കത്തക്കവരുമാണ്. ഈ അനേക കാര്യങ്ങൾ നമ്മൾ പറഞ്ഞു. ഈ ഒരു പ്രത്യേകതയാണ് അവിടെ ഉള്ളത്. അപ്പോൾ ഈ ശരിയായ ഉപദേശത്തിന് വിരുദ്ധമായി പഠിപ്പിക്കുന്ന ഒരു കൂട്ടരാണ്. നോക്കട്ടെ, ഇതിനെക്കുറിച്ച് ഇവരുടെ ഉള്ളിലുള്ള വാദം ഞാൻ മുമ്പേ പറഞ്ഞല്ലോ. അവർ പരിച്ഛേദനക്കാർ എന്നൊരു വാക്ക് 11-ാമത്തെ വാക്യത്തിൽ നമ്മൾ കണ്ടു. ഈ 3-ാമത്തെ അധ്യായത്തിന്റെ 9-ാമത്തെ വാക്യത്തിൽ വരുമ്പോൾ മൗഢ്യതർക്കവും വംശാവലികളും കലഹവും ന്യായപ്രമാണത്തെക്കുറിച്ചുള്ള വാദവും ഒഴിഞ്ഞു നിൽക്കുക. അങ്ങനെ ഒരു വാദവും ഇവരുടെ ഭാഗത്തുനിന്ന് ഉണ്ടാകുന്നു. എന്തിനാ അവർ ഇത്രയും വലിയ വാദം ഉണ്ടാക്കുന്നത്, അല്ലെങ്കിൽ തെറ്റായ ഉപദേശം ഉണ്ടാക്കുന്നതിന്റെ അവരുടെ ലക്ഷ്യം എന്താണെന്നറിയാമോ? 11-ാമത്തെ വാക്യത്തിൽ ഒരു വാക്ക് പറയും, അവർ ദുരാദായം വിചാരിച്ചു. അങ്ങനെ എഴുതിയിരിക്കുന്നത്. ഇതാണ് അവരുടെ ലക്ഷ്യം, തെറ്റായ ദുരാചാരം. അപ്പോ സഭയിൽ വ്യക്തിപരമായ ലാഭം ഉണ്ടാകാൻ പാടില്ല. കാരണം ഈ ലോക താല്പര്യം, ലോകമയത്വത്തിൽ അതുമാത്രം ആദായ സൂത്രമാക്കി തീർക്കുന്ന ഒരു കൂട്ടർ. കാരണം സത്യത്തെ ഗ്രഹിക്കാത്തത് കൊണ്ടാണ് ലോകത്തെ കൂടുതൽ സ്നേഹിക്കുന്നത്. ഒരിക്കൽ ഒരു കുഞ്ഞിന്റെ അടുത്ത് വന്നപ്പോൾ ഒരാള് ഈ നല്ല ചുമന്ന പാക്കറ്റുള്ള കിറ്റ്കാറ്റ് കൊച്ചിനെ നീട്ടി. കൊച്ചിന് വളരെ സന്തോഷമായി. തൊട്ടപ്പുറത്ത് തന്റെ കയ്യിൽ താൻ വേറൊരു പേപ്പർ വെച്ച് നീട്ടി.
കുഞ്ഞിനോട് ചോദിക്കുക, കുഞ്ഞ് നിനക്ക് ഇത് ഏതാ വേണ്ടുന്നത്? പേപ്പർ എന്ന് പറഞ്ഞാൽ വെറും സാധാരണ പേപ്പർ അല്ല, 1000 രൂപയുടെ ചെക്ക. ഒരു കയ്യിൽ 1000 രൂപയുടെ ചെക്കും മറു കയ്യിൽ ഒരു കിറ്റ്കാറ്റിന്റെ ഫാമിലി പാക്കറ്റും. എത്ര രൂപയാന്ന് എനിക്ക് അറിയത്തില്ല, നല്ല ചുമന്ന വലിയ വലിപ്പമുള്ള ഒരു പാക്കറ്റാ. ഈ കുഞ്ഞ് ഓടിച്ചെന്ന് ആ ചുമന്ന പാക്കറ്റ് പിടിക്കാൻ നേരത്ത് കുഞ്ഞിന്റെ അമ്മ പിടിച്ചു തന്നു, മോനെ ആ ചുമന്ന പാക്കറ്റ് പിടിക്കണ്ട, മറ്റേ പേപ്പർ വാങ്ങിച്ചാൽ മതിയെന്ന്. കൊച്ചിനറിയാവോ ചെക്ക് വെറും പേപ്പർ, അത് കിട്ടിയിട്ട് കഴിക്കാൻ പറ്റുമെന്ന് കൊച്ചിനറിയാം. കൊച്ചിന്റെ അട്രാക്ഷൻ ഈ ചുമന്ന കിറ്റ്കാറ്റിന്റെ പാക്കറ്റാ. പക്ഷെ പ്രായമായ അമ്മയ്ക്കറിയാം ആ കിറ്റ്കാറ്റ് തിന്നാൽ ഇപ്പൊ തീരത്തേ ഉള്ളൂ, 100 രൂപ താഴെ വിലയുള്ളൂ. പക്ഷെ അപ്പുറത്ത് ഇനി ഇതുപോലെ അനേകം 10 കിറ്റ്കാറ്റ് വാങ്ങിക്കാനുള്ള അധികം പൈസ അപ്പുറത്തിരിക്കുക, 1000 രൂപയുടെ ചെക്ക. പക്ഷേ അത് വളർച്ചയും പക്വതയും വന്ന അമ്മയ്ക്കത് തിരിച്ചറിയാം. കൊച്ചിനെ സംബന്ധിച്ച് അട്രാക്ഷൻ എന്ന് പറയുന്നത് ആ കളറും നിറവുമാണ്. ഇന്ന് ലോകത്തിൽ പലരുടെയും അട്രാക്ഷൻ അതാ. വിലയുള്ളത് സത്യം തിരിച്ചറിയാതെ കണ്ണിനിമ്പമായതും കൊള്ളാകുന്നത് തോന്നുന്നതിനും അവരെ സ്വാധീനിക്കുന്നവരായി തീർന്നു പോകുന്നവരായി തീരുന്നു. എന്താണ്? ഒന്ന് ഞാൻ പറഞ്ഞു, ഇവരുടെ പ്രത്യേകത, അവര് ദുരാദായം മനസ്സിൽ വെച്ചിരിക്കുന്നവരാണ്. 15-ാമത്തെ വാക്യത്തിൽ ഒന്ന് നോക്കിയാട്ടെ. അവിടെ പറയുന്നു, ശുദ്ധിയുള്ളവർക്കെല്ലാം ശുദ്ധം തന്നെ, എന്നാൽ മലിനന്മാർക്ക് അവിശ്വാസികൾക്കൊന്നും അശുദ്ധമല്ല. അടുത്ത വാക്ക്, അവരുടെ ചിത്തവും മനസാക്ഷിയും മലിനമായി തീർന്നിരിക്കുന്നു. ഒന്ന്, ദുരാദായം അവരുടെ ഉള്ളിലുണ്ട്. 2, മലിനമായ മനസാക്ഷി, അവരുടെ ഹൃദയം ശുദ്ധമല്ല. വെളിപ്പാട് പുസ്തകം പറയുന്ന പോലെ അല്ലെ, വിശുദ്ധൻ തങ്ങളെ തന്നെ വിശുദ്ധീകരിക്കട്ടെ. നമ്മളെ സംബന്ധിച്ചിടത്തോളം വിശുദ്ധരായിരിക്കണം. ഇനി 14-ാമത്തെ വാക്യം നോക്കിയാട്ടെ, അവരെ കുറിച്ച് പറഞ്ഞിരിക്കുന്നതിന്റെ വാക്യം, അവർ യഹൂദ കഥകളെയും സത്യം വിട്ടകലുന്ന മനുഷ്യരുടെ കൽപ്പനകളെയും. അപ്പോൾ അവർ സത്യം വിട്ട് അകലുന്നെന്നാ പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ സത്യത്തോട് ചേർന്നിരിക്കുന്നവരല്ല. ഞാൻ 3 വാക്കുകളാണ് ഇവിടെ പറയുന്നത്. ഒന്ന്, ദുരാദായം, അശുദ്ധി, അസത്യം. ഇതാണ് അവരുടെ മുഖമുദ്രയായിരിക്കുന്നത്. അവരുടെ ജീവിത വഴി ഇങ്ങനെ. അതുകൊണ്ടാണ് അപ്പോസ്തലൻ ഇത്ര കർശനമായ ചില വാക്ക് പറഞ്ഞത്. അവരെ എന്ത് ചെയ്യണം? അവരുടെ വാ അടപ്പിക്കണം. ഈ വാക്കുകൾ കേൾക്കുമ്പോൾ നമ്മൾ വിചാരിക്കും അപ്പോസ്തലൻ ഇങ്ങനെയൊക്കെയുള്ള ചിന്താഗതി പറയുന്നല്ലേ. അവരുടെ വാ അടപ്പിക്കണം എന്ന് മാത്രമല്ല, ഒരു വാക്കൂടെ 14-ന്റെ ഏറ്റവും അവസാനം നോക്കിയാട്ടെ, അവിടെ പറയുന്നു, അവരെ കഠിനമായി ശാസിക്കാൻ. അപ്പോൾ ഇത് ദൈവസഭയിൽ ഇങ്ങനെയുള്ള കേൾക്കുന്നത് വളരെ പ്രധാനമാണ്. പക്ഷെ പലപ്പോഴും സംഭവിക്കുന്നത് എന്നറിയാമോ? നമ്മളെപ്പോലുള്ളവർ ചിന്തിക്കൂ, ഞാനായിട്ട് എന്തിനാ, ഞാൻ ഇനി ഒരു കഠിന ശാസന പറഞ്ഞിട്ട് അവർക്ക് നമ്മളോടൊരു വെറുപ്പൊന്നും തോന്നണ്ട, നമ്മൾ ചെയ്യുന്നത് ചെയ്തങ്ങ് പോയാൽ പോരെ, ഞാൻ പറയേണ്ടത് പറഞ്ഞങ്ങ് ജീവിച്ചാൽ പോരെ. അപ്പോസ്തലൻ പറയുന്ന ഏതാണ്? ദൈവസഭയിൽ ആരോഗ്യമുള്ള വിശ്വാസികൾ വളർന്നു വരുന്നതിന് തടസ്സമായി നിൽക്കുന്ന ദുരാദായവും അസത്യവും അവര് ചെയ്യുന്നതായിട്ടുള്ള ഈ പ്രവൃത്തികളിൽ അശുദ്ധിയും അസത്യവും ഈ തെറ്റായ പഠിപ്പിക്കലുകളും, ഇതിനെ നാം തീർച്ചയായും കഠിനമായി ശാസിക്കണം, അതിനെ മാറ്റണമെന്നാ പറഞ്ഞിരിക്കുന്നത് അല്ലേ. ഇത് അവരുടെ മനോഭാവത്തിൽ വന്നിരിക്കുന്ന വൈകല്യമാണെന്നാ പറഞ്ഞിരിക്കുന്നത് അല്ലേ. ഞാൻ എൻ്റെ ഇടയ്ക്ക് ഒരു കാര്യം കൂടെ പറഞ്ഞിട്ട്, ഈ വേദപുസ്തകത്തിലുള്ള ഈ ഭാഗത്തുള്ളതല്ലെങ്കിലും ഈ പലതരത്തിലുള്ള മനോഭാവമുള്ള ആളുകളുണ്ട് അല്ല, ആറ്റിറ്റ്യൂഡ്സ്. നമ്മൾ ഈ നല്ല ശമരിയാക്കാരന്റെ നമ്മൾ കൊടുത്ത പേരാണല്ലോ അല്ലെ, ശമരിയൽക്കാരൻ നമ്മൾ നല്ലെന്നുള്ളൊരു പേര് കൊടുത്തു. എന്താണ് അങ്ങനെ വരാനുള്ള കാര്യം? ഇവിടെ ഒരു മനുഷ്യൻ യെരുശലേമിൽ നിന്ന് യഹൂദിയിലേക്ക് പോകുമ്പോൾ ഇദ്ദേഹത്തിന്റെ വഴിയാത്ര 3 കൂട്ടരെയാണ് കാണുന്നത്. ഒന്ന്, ഒരു കള്ളൻ വന്നിട്ട് അദ്ദേഹത്തിന്റെ കയ്യിൽ നിന്നുള്ളതൊക്കെ എടുക്കാൻ നോക്കുക. ദാറ്റ് ഇസ് ഒരു ആറ്റിറ്റ്യൂഡാണ്, ഒരു മനോഭാവം. എന്താ അറിയാമോ? യുവേഴ്സ് ഈസ് മൈൻ. നിന്റെ കയ്യിൽ എന്തുണ്ടോ അതെല്ലാം എന്റേതാക്കണം. അതാണ് ഒരു മനോഭാവം. രണ്ടാമത്, അതുവഴി 2 കൂട്ടർ പോയി, പുരോഹിതനും ലേവ്യനും. ഇവർ അതുവഴി കണ്ടു എന്നിട്ട് അതുവഴി പോയെന്നാ. അവരുടെ മനസ്സിന്റെ പ്രത്യേകത എന്നറിയാമോ? നിന്റെ വല്ലതും ഉണ്ടെങ്കിൽ നിന്റെ ഇരുന്നോട്ടെ, നീ അർത്ഥപ്രാണനാണേലും ശരി അല്ലേലും ശരി, നിന്റെ ഉള്ളതും കൊണ്ട് അവിടെ ഇരുന്നോ. എന്റെ കയ്യിൽ വല്ലതും ഉണ്ട്, അത് ഞാനും സൂക്ഷിച്ചോളാം, നിനക്കും കുഴപ്പമില്ല എനിക്കും കുഴപ്പമില്ല, ഞാൻ എന്റെ വഴിയെ എന്റെ പണിക്ക് പൊക്കോളാം, നീയായി നിന്റെ പാടായി. അങ്ങനെയുള്ള മനോഭാവമുള്ള ആളുകളുണ്ട്. മൂന്നാമത് അതുവഴി ഒരു ശമരിയാക്കാരൻ വന്നു. അവന്റെ മനോഭാവം എന്താ? എന്റേതൊക്കെ നിന്റേതാ, എന്റെ സമയം, എന്റെ സമ്പത്ത്, എന്റെ വാഹനം നിന്നെ ശുശ്രൂഷിക്കാൻ ഇനി കൊണ്ടുവന്നാക്കിയാലും ശരി, ഒരു പടി കൂടെ അധികം കടന്ന് അധികം ചെലവിടാൻ മനസ്സുള്ള ഒരു മനോഭാവം. അപ്പോഴാണ് നമ്മൾ അദ്ദേഹത്തിന് ഒരു പേര്, ഒരു പ്രിഫിക്സ് കൂട്ടിച്ചേർത്ത് വിളിക്കാൻ തുടങ്ങി. അദ്ദേഹം വെറും ശമരിയാക്കാരനായി യാത്ര ചെയ്ത ആളാ. പക്ഷെ നമ്മൾ ഇന്ന് വെറും ശമരിയാക്കാരനല്ല വിളിക്കുന്നത്. എന്താ? നല്ല ശമരിയാക്കാരൻ. അങ്ങനെയാണെങ്കിൽ ഇപ്പോ മുമ്പേ സാറ് പ്രാർത്ഥിച്ചപ്പോ പെരുമ്പാവൂരിന്റെ കാര്യമൊക്കെ പറഞ്ഞു പ്രാർത്ഥിച്ചല്ലേ. നമ്മളെ കുറിച്ച് അറിയപ്പെടുന്ന പെരുമ്പാവൂരുകാരൻ എന്നാ. നമ്മുടെ പ്രവൃത്തി കണ്ടു കഴിഞ്ഞാൽ പെരുമ്പുകാർ ഇപ്പം നാളെ എന്തോ പറയും? നല്ല
പെരുമ്പാവൂരുകാരൻ അല്ലെ. ഈ നല്ലത് കയറണമെങ്കിൽ മനോഭാവം ശരിയാകുമ്പോൾ, അല്ലെങ്കിൽ ചുറ്റുപാടുകളായി തീരുമ്പോൾ, എവിടെയായാലും ശരി ഇങ്ങനെയാണ് ആയിത്തീരുന്നത്. അവിടെ ഇവരെ സംബന്ധിച്ചിടത്തോളം അവരുടെ മനോഭാവം ശരിയല്ല, അതിൽ ശുദ്ധിയില്ല. എന്നാൽ ദൈവം നമ്മളെക്കുറിച്ച് ആഗ്രഹിക്കുന്നത് ഇതിന് വിരുദ്ധമായ ഒരു മനോഭാവം. അങ്ങനെയാണെങ്കിൽ അതിന് എങ്ങനെ നമ്മൾ ആകണം, അതിന് എന്ത് നമ്മുടെ ഭാഗത്തു നിന്നുണ്ടാകണം നമുക്ക് നോക്കണം. ഈ 9-ാമത്തെ വാക്യത്തിൽ ഒന്ന് നോക്കിയാട്ടെ. അവിടെ ഈ ഒരു പഠനം അവരുടെ ഭാഗത്തുനിന്ന് പത്യോപദേശം നാം പ്രബോധിപ്പിക്കും. നോക്കിയാൽ നമ്മൾ വായിച്ചു വന്ന ഈ വേദഭാഗത്തിൽ 9-ാമത്തെ വാക്യം, നമ്മൾ കഴിഞ്ഞ ഭാഗത്തിന്റെ അവസാന ഭാഗമാണത്. പത്യോപദേശത്താൽ പ്രബോധിപ്പിപ്പാനും വിരോധികൾക്ക് ബോധം വരുത്താനും ശക്തനാകേണ്ടതിന് ഉപദേശപ്രകാരമുള്ള വിശ്വാസ്യ വചനം മുറുകെ പിടിപ്പാനും ആയിരിക്കണം. അപ്പൊ നോക്കി 3 വാക്കുകളാണ്, വിശദാംശങ്ങൾ നമ്മൾ വായിക്കും മനസ്സിലാവും. പത്യോപദേശത്തിന് തക്കവണ്ണം ജീവിക്കണം. അതാണ് ഈ വാക്കുകളൊക്കെ പലപ്പോഴും നമുക്കിന്ന് കേൾക്കാൻ പോലും ഇല്ലല്ലേ. പത്യോപദേശം ടീച്ച്, നന്നായി പഠിപ്പിക്കണം. അതാണല്ലോ ഇന്ന് നമ്മൾ ഇങ്ങനെ ഒരു പ്ലാറ്റ്ഫോം ഉണ്ടാക്കിയിരിക്കുന്നത്. 2, വിരോധിക്ക് ബോധം വരുത്തണം, ലെറ്റ് ദം അണ്ടർസ്റ്റാൻഡ്, അവരെ മനസ്സിലാക്കി കൊടുക്കണം. 3, സത്യവചനം നാം എന്ത് ചെയ്യണം, മുറുകെ പിടിച്ചുകൊള്ളണം. എന്തു വന്നാലും ഈ വചനം വിട്ടു പോകാത്തവരായി നിൽക്കുന്നവർ നാം ആകണം. ഇത് മാത്രമല്ല, മുമ്പ് 14 നമ്മൾ പറഞ്ഞതുപോലെ കഠിനമായി ശാസിക്കാൻ കഴിയണം. എന്തുകൊണ്ട് ഇങ്ങനെ ആകണം? ഞാൻ തുടക്കത്തിൽ പറഞ്ഞതുപോലെ ഹെൽത്തി ക്രിസ്ത്യൻ ലിവിങ്, ദൈവഭക്തി എന്ന് പറയുന്ന ആരോഗ്യമുള്ള വിശ്വാസികളായി നാം വളരണം. എവിടെയാണ് വിശ്വാസത്തിന് വളർത്തിൽ ആരോഗ്യം ഉണ്ടാകേണ്ടുന്നത്? 2-ാം അധ്യായത്തിന്റെ 2-ാമത്തെ വാക്യം നോക്കിയാട്ടെ. അവിടെ പറയുന്നു, വിശ്വാസത്തിലും സ്നേഹത്തിലും സഹിഷ്ണുതയിലും ആരോഗ്യമുള്ളവർ ആകണം. അപ്പോൾ ഇതിൽ നാം ആരോഗ്യം ഉള്ളവരായി തീരണം എന്നുള്ളതാണ് ആഗ്രഹിക്കുന്നത്. അതാണ് ഇനി 2 മുതലുള്ള 2-ാം അധ്യായത്തിന്റെ 1 മുതൽ 10 വരെയുള്ള ഭാഗം. എന്റെ മുമ്പിൽ വളരെ ചുരുക്കം സമയമേ ഉള്ളൂ, ഞാൻ ഓടിച്ച് പറഞ്ഞ് അത് അവസാനിപ്പിക്കാൻ. അപ്പൊ നമ്മൾ എങ്ങനെയാകണം എന്നുള്ള അവിടെ പറയുന്നുണ്ട്. 2-ന്റെ 1-ൽ പറയുന്നു, നീയോ പത്യോപദേശത്തിന് ചേരുന്നത് പ്രസ്താവിക്കുക. ആ വാക്കാണല്ലോ റിപ്പീറ്റ് ചെയ്ത് വന്നത്. 9-ാമത്തെ വാക്യത്തിൽ നമ്മൾ കണ്ടു, പത്യോപദേശത്താൽ, സൗണ്ട് ഡോക്ട്രിൻ. അപ്പോൾ നല്ല വചനം പഠിപ്പിക്കുന്നവർ ആകണം, അങ്ങനെ ഉള്ളവർ ഉണ്ടാകണം. അതിനൊരു 4-5 മേഖലയിലുള്ള ആളുകളെയാണ് ഇതിനകത്ത് പറയുന്നത്. വൃദ്ധന്മാർ, വൃദ്ധമാർ, യൗവനക്കാരുത്തികൾ, യൗവനക്കാർ, ദാസന്മാർ. ഈ 5 മേഖലയിലുള്ളവരെ കുറിച്ച് പറയുന്നു. അത് മുഴുവനും നമ്മൾ വായിച്ചാൽ മനസ്സിലാകാനുള്ളതേ ഉള്ളൂ. അതുകൊണ്ട് ഞാനത് വിശദീകരിക്കാൻ ആഗ്രഹിക്കുന്നത്. എന്താണ് വൃദ്ധന്മാർ എങ്ങനെയാകണം? നിർമ്മതരും ഗൗരവവും സുബോധവും ഉള്ളവരാണെന്ന് പറഞ്ഞാൽ ക്രിസ്തീയ ജീവിതത്തെ സീരിയസ് ആയി കാണണം. അതിന്റെ ഉദ്ദേശം എന്തെന്ന് നാം മനസ്സിലാക്കുന്നവരും ആകണം. അതുകൊണ്ട് വിശ്വാസവും സ്നേഹവും സഹിഷ്ണുതയിലും നാം വളരെ ഉറപ്പുള്ളവരും നല്ലവരുമായിരിക്കണം പ്രായമുള്ളവരെ സംബന്ധിച്ച്. വൃദ്ധമാരെ കുറിച്ച് പറയുന്നു, നടപ്പിൽ പാതിവൃത്യമുള്ളവരായിരിക്കണം, ഏഷണി പറയാത്തവരാകണം. ആർക്കെങ്കിലും വല്ല സംശയം ഉണ്ടെങ്കിൽ ഒന്ന് ചുമന്ന വരയിട്ടേക്കണേ. വൃദ്ധമാരായിരിക്കുന്നവർ ഏഷണി പറയാത്തവരായിരിക്കണം. നമ്മുടെ വാക്കുകൾ ഇല്ലാത്തത് മറ്റുള്ളിടത്ത് പറയാൻ ഇല്ലാത്ത എന്ന് പറഞ്ഞാൽ ശുദ്ധമായ സ്വഭാവമുള്ളവരായിരിക്കണം എന്നർത്ഥം. ഞാനതിന്റെ വിശദീകരണത്തിന് സമയമില്ലാത്തത് കൊണ്ട് ആ ഒരു ഒറ്റ ഹെഡിങ്ങിൽ പറയുകയാണ്. അവിടെ പറയുന്നു, ഏഷണി പറയാത്തവരും വീഞ്ഞിന് അടിമപ്പെടാത്തവരുമായിരിക്കണം എന്നും ദൈവവചനം താഴോട്ട് 4-ാമത്തെ, ദൈവവചനം ദുഷിക്കപ്പെടാതിരിക്കണം. യൗവനക്കാരുത്തികളെ എന്ത് ചെയ്യണമെന്നാ പറഞ്ഞിരിക്കുന്നത് അറിയാമോ? ഭക്തപ്രിയമാരും പുത്രപ്രിയമാരും സുബോധവും പാതിവൃത്യമുള്ളവരും വീട്ടുകാര്യം നോക്കുന്നവരും ദയയുള്ളവരും ഭർത്താക്കന്മാർക്ക് കീഴ് ആയിരിക്കാൻ ശീലിപ്പിക്കേണ്ടതിന് നന്മ ഉപദേശിക്കുന്നവരായിരിക്കണം. അങ്ങനെ പറഞ്ഞിരിക്കുന്നത് അല്ലേ? അതൊരു ശീലമാകണമെന്ന് അവരെ ശീലിപ്പിക്കണം, അവരെ ട്രെയിൻ ചെയ്യണം. ഇന്ന് പലപ്പോഴും ഇതൊന്നും ആർക്കും ഇല്ല, അത് പഠിക്കാൻ പറ്റില്ല. അതുകൊണ്ടാണ് ഈ കാലഘട്ടത്തിലൊക്കെ ചിലപ്പോൾ വിവാഹ ജീവിതത്തിലേക്ക് വരുന്നതിന് മുമ്പ് എങ്ങനെയാകണം, ഏത് രീതിയിലാകണം എന്നുള്ള പല ട്രെയിനിങ്ങുകൾ. കാരണം വിവാഹത്തിലേക്ക് ആരും ട്രെയിനിങ് കിട്ടിയതിന് ശേഷം അല്ലല്ലോ വരുന്നത്. അതുകൊണ്ട് അവിടെ പറയുന്ന ഒരു കാര്യം, ഭർത്തൃപ്രിയമാർ എന്ന് പറഞ്ഞാൽ നല്ല ഭാര്യമാരായിരിക്കണം. അപ്പൊ ഭർത്താക്കന്മാരെ സ്നേഹിക്കുന്ന നല്ല ഭർത്താക്കന്മാരായിരിക്കണം. 2, പുത്രപ്രിയമാർ എന്ന് പറഞ്ഞാൽ നല്ല അമ്മമാരായിരിക്കണം, കുഞ്ഞുങ്ങളെ സ്നേഹിക്കുന്ന നല്ല അമ്മമാരായിരിക്കണം എന്നുള്ളത്. ശമൂവേലിന്റെ 1-ാമത്തെ പുസ്തകം 25-ാമത്തെ അധ്യായത്തിൽ വായിക്കുമ്പോൾ അവിടെ അബീഗയിലിനെ കുറിച്ച് പറഞ്ഞിട്ടുണ്ട്. അവരെ കുറിച്ച് പറഞ്ഞിരിക്കുന്നത് വിശദാംശങ്ങൾ പോകാൻ സമയമില്ല. നല്ല വിവേകവും സുന്ദരിയുമായിരുന്ന ദാവീദ് മുമ്പിൽ വരുന്ന സമയത്ത് അത് നിങ്ങൾ വായിച്ചാൽ അറിയാം എന്ത് വിവേകത്തോടു കൂടിയാണ് അബീഗയിൽ അവിടെ കാര്യങ്ങളെ കൈകാര്യം ചെയ്തതെന്ന്. ബുദ്ധിയില്ലാത്ത തന്റെ ഭർത്താവിനെയും സകലതും നശിച്ചു പോകാതിരിക്കാൻ ദാവീദിന് മുമ്പിൽ പോയി താൻ ചെയ്യുന്നതായിട്ടുള്ളൊരു കാര്യം അല്ലെ. അപ്പോൾ
സാമർഥ്യമുള്ള ഒരു ഭാര്യയായിട്ടിരിപ്പാൻ നമുക്ക് സാധ്യമായി തീരണം. അതാണ് അവിടെ നാം ഇവിടെ വായിക്കുന്നത്. അപ്പൊ സദൃശ്യവാക്യം 14 അധ്യായത്തിന്റെ 1 വാക്യം ഇങ്ങനെ: സ്ത്രീകളിൽ ജ്ഞാനമുള്ളവർ തന്റെ വീട് പണിയുന്നു എന്നാണ് എഴുതിയിരിക്കുന്നത്. അപ്പോൾ ഇവിടെ എന്ത് വേണം? നല്ല ഒരു ഭാര്യ ആയിരിക്കണം, നല്ല ഒരു അമ്മയായിരിക്കണം. പിന്നെ ഒരു വാക്കുകൂടെ അതിന്റെ കൂടെ ചേർത്ത് പറഞ്ഞിട്ടുണ്ട്: വീട്ടുകാര്യം നോക്കുന്നവരായിരിക്കണം, ഗുഡ് ഹൗസ് മേക്കർ ആയിരിക്കണം, വീട്ടുകാര്യങ്ങൾ നല്ലപോലെ നോക്കുന്നവരായിരിക്കണം. അങ്ങനെ അവരെ ശീലിപ്പിക്കണമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. ആയിരിക്കാനല്ല, അങ്ങനെ അവരെ ശീലിപ്പിക്കുന്ന, നന്മ ഉപദേശിക്കുന്നവർ ആയിരിക്കണം എന്നും അവരെ പ്രബോധിപ്പിക്കുക, ടീച്ച് ദം, അവരെ പഠിപ്പിക്കുക. അത് യൗവനക്കാരെ കുറിച്ച് പറയുന്ന സുബോധമുള്ളവരായിരിക്കണമെന്ന്. ഈ എല്ലാത്തിനകത്തും ആവർത്തിച്ചു വരുന്ന ഒരു വാക്കാണ് കേട്ടോ, സുബോധമുള്ളവരാകണം. ഈ വാക്ക് നമ്മൾ നേരത്തെ കാണുന്ന ഒരു കാര്യം ലൂക്കോസ് സുവിശേഷം പഠിക്കുമ്പോൾ അതിനകത്ത് കാണാം. അപ്പന്റെ വീട്ടിൽ നിന്ന് ഇളയ മകൻ അപ്പന്റെ വീട് വിട്ട് പോയതിനു ശേഷം എല്ലാം മോശമായി തീർന്നു കഴിഞ്ഞപ്പോൾ ഒരു വാക്ക് പറഞ്ഞു, അവന് സുബോധം വന്നപ്പോൾ, അങ്ങനെ പറഞ്ഞിരിക്കുന്നത്. അവന് സുബോധം വന്നപ്പോഴാണ് അപ്പന്റെ വീടും അപ്പനെ കുറിച്ചും ഓർമ്മ വന്നത്. അപ്പോൾ സുബോധം നഷ്ടപ്പെട്ടപ്പോഴാണ് അപ്പന്റെ വീട് വിട്ട് പോകുന്നത്. നിങ്ങൾക്ക് ആ വിഷയം അറിയാവുന്നത് കൊണ്ടാണ് ഞാൻ അതിലേക്ക് കടക്കാത്തത്. അപ്പോൾ ജ്ഞാനമുള്ള സ്ത്രീ വീട് പണിയുന്നു, യൗവനക്കാരൻ സുബോധമുള്ളവരും. അവൻ വിരോധി നമ്മെ കൊണ്ട് തിന്മ പറയാൻ വകയില്ലാതെ വണ്ണം ലജ്ജിക്കേണ്ടതിന് സകലത്തിന് നിന്നെ തന്നെ സൽപ്രവർത്തികൾക്ക് മാതൃകയാക്കുക. അപ്പോൾ പുരുഷന്മാരെ കുറിച്ച് പറയുന്നത് എന്താണ്? മാതൃകയുള്ളവരായിരിക്കണം. മറ്റുള്ളവർ കുറ്റം പറയാൻ ഇടയാകുന്ന യാതൊരു തരത്തിലും ജീവിക്കാൻ ഇടയായി തീരരുത്. ഇതാണ് അവിടെ 8 വാക്യത്തിൽ നോക്കിയാൽ അവിടെ പറയുന്നു: ഉപദേശത്തിൽ നിർമ്മലതയും ഗൗരവവും ആക്ഷേപിച്ചു കൂടാതെ പഥ്യവചനം ഉള്ളവനായിരിക്കണം. അപ്പോൾ സൗണ്ട് ഡോക്ട്രിൻ, ദൈവവചനത്തിൽ അടിയുറച്ച അറിവും ഉറപ്പും ഉള്ളവരായി തീരണം എന്ന് അവിടെ പറയുന്നു. അവസാനമായിട്ട് പറയുന്നത് ദാസന്മാരെ കുറിച്ചാണ്. ദാസന്മാരെ കുറിച്ച് പറയുന്നു: അവർ അനുസരിക്കുന്നവരായിരിക്കണം, പ്രസാദം വരുത്തുന്നവരായിരിക്കണം, എതിർക്കാത്തവരായിരിക്കണം, ഒന്നും വഞ്ചിച്ചെടുക്കാത്തവരായിരിക്കണം, വിശ്വസ്തർ ആയിരിക്കണം. അത്രയുമാണല്ലോ അവിടെ പറഞ്ഞിരിക്കുന്നത്. സമയം അവസാനിക്കുന്നവർ ഞാൻ അതിന്റെ വിശദാംശങ്ങളിലേക്ക് കടക്കുന്നില്ല. നമ്മൾ സമയം അവസാനിക്കുക. ഇത്രയും പറഞ്ഞു വന്നപ്പോൾ എന്താണ് പൊതുവായിട്ട് ആയിരിക്കേണ്ടത്? ഞാൻ 4 വാക്കിൽ അവസാനിപ്പിക്കട്ടെ. വി മസ്റ്റ് ബി വെരി ഡിസിപ്ലിൻ. ശിക്ഷണമുള്ള ഒരു ജീവിതമാണ് ദൈവഭക്തിയിലേക്ക് വളരുന്നതിന് ആവശ്യമായിരിക്കുന്നത്. 2, നല്ല പ്രവൃത്തിയുള്ള ഉപദേശം മാത്രമല്ല, നമ്മുടെ സ്വഭാവവും ജീവിതവും മാതൃകയുള്ള ജീവിതമാകണം. അവർ ഡീഡ്സ് മസ്റ്റ് ബി എക്സംപ്ലറി. നമ്മുടെ ഡീഡ്സ് ശരിയായിരിക്കണം. 3, ഡോക്ട്രിൻ, നമ്മുടെ ഉപദേശത്തിൽ പഥ്യവചനത്തിന് യോഗ്യമാമണ്ണം, പഥ്യോപദേശത്തിന് യോഗ്യമായ ഉപദേശമുള്ളവരായിരിക്കണം. 4 വാക്ക് പറയട്ടെ, അവർ ഡിഗ്നിറ്റി, അത് കാത്തു സൂക്ഷിക്കണം. നമ്മൾ വിലയുള്ളവരായി നമ്മളെക്കുറിച്ച് കേൾക്കുകയും കാണുകയും ചെയ്യുമ്പോൾ ആളുകൾ പറയണം, ഈ താണ് ശുശ്രൂഷ, അല്ലെങ്കിൽ ദൈവ മക്കൾ എന്ന് പറയാൻ കഴിയുന്ന ഒരു നിലവാരത്തിൽ അതിനെ നാം നിലനിർത്തുക, അല്ലെങ്കിൽ തടയേണ്ടതിനെ തടയാനും കൊള്ളേണ്ടതിനെ കൊള്ളാനും ജീവിക്കേണ്ടതുപോലെ ജീവിക്കാനും ഇടയായിത്തീരണം. പലപ്പോഴും ചില കാര്യങ്ങൾക്കൊക്കെ ആളുകൾക്കൊക്കെ വലിയ എന്താ പറയുന്നത് ഉത്സാഹവും മിടുക്കും ഒക്കെ ഉള്ള ആളുകളൊക്കെ വരാറുണ്ട്. അവരുടെ അവരുടെ വിചാരം അവരാണ് ഏറ്റവും വലിയ മിടുക്കൻ. ഒരിക്കലും ഒരു സ്ഥലത്ത് ആളുകൾക്ക് ചില ഈ വീഞ്ഞ് ഒന്നിച്ചു കൊണ്ടുവരേണ്ടുന്ന ഒരു സഭയിൽ വന്നു. അപ്പോൾ ഒരു സ്ഥലത്ത് 4 പേര് പറഞ്ഞു, ഞങ്ങൾ കൊണ്ടുവരാം. 4 പേര് എഗ്രി ചെയ്തു. അവർക്ക് കൊടുക്കേണ്ടുന്ന ക്വാണ്ടിറ്റിയും കൊടുത്തു. അപ്പൊ ഈ 4 പേരുടെ കൂട്ടത്തില് ഈ ആളുകളുടെ ഒരാളുടെ മനസ്സിനകത്തൊരു ചിന്ത വന്നു. എന്തറിയാം, എടാ വീഞ്ഞെന്ന് പറയുന്ന വളരെ കോൺസെൻട്രേറ്റ് ആയിട്ട് കൊണ്ടുവരും. അവര് 3 പേരും കൊണ്ടുവരുന്നതിനകത്തോട്ട് ഞാൻ കൊണ്ടുവരുന്ന ക്വാണ്ടിറ്റി വെള്ളം ഒഴിച്ചാലും ഇച്ചിരി ഡയലൂട്ട് ആകത്തേ ഉള്ളൂ. ഞാൻ എന്തോ കൊണ്ടുവന്നതെന്ന് ആരും അറിയത്തില്ല. പുള്ളിയുടെ ബുദ്ധി തോന്നിയ ഒരു ചിന്തയാണ്. അപ്പൊ പുള്ളി കൊണ്ടുവന്ന് ഒഴിക്കുന്ന അറിയാത്തത് കൊണ്ട് ഈ കൊണ്ടുവന്ന് എല്ലാവരും കളക്ട് ചെയ്യുന്ന സ്ഥലത്തോട്ട് പുള്ളി വീഞ്ഞിന് പകരം വെള്ളം കൊണ്ടുവന്ന് ഒഴിച്ച. എല്ലാവർക്കും കൊടുക്കാനായിട്ട് നോക്കിയ സമയത്ത് വീഞ്ഞയില്ല, വെള്ളമാ. അപ്പൊ ഈ പുള്ളി ചിന്തിച്ചതുപോലെ 4 പേരും ചിന്തിച്ചേ. 4 പേരും ഒരുപോലെ ചിന്തിച്ചു. എന്താണെന്നറിയാമോ? ഞാൻ വെള്ളം കൊണ്ടുവന്ന ബാക്കിയുടെ കൂട്ടത്തിൽ അറിയത്തില്ലല്ലോ എന്ന്. കേട്ടോ, ഇതാണ് ഈ കമത്തിയത്. ആരെങ്കിലും ദൂരെ നിന്ന് വീക്ഷിച്ചാൽ എന്താണെന്നറിയാ വരുന്നേ, യോ പുള്ളി എന്തുകൊണ്ട് ഒഴിക്കുന്നു? വീഞ്ഞ്. കൊണ്ടുവരുന്ന ആ കൊണ്ടുവരവ് കണ്ടാൽ യോ പൊട്ടല്ലേ, സൂക്ഷിച്ച്. പുള്ളിയുടെ ഭാവം, പുള്ളിയുടെ രീതി, പുള്ളിയുടെ വാക്ക്, പുള്ളിയുടെ ഓഫറിങ്, പുള്ളി സമ്മതിച്ചത്, സമ്മതത്തിൽ തെറ്റി, നടപ്പിൽ തെറ്റി, ഭാഷയെ തെറ്റി, രീതി എപ്പോഴും മനസ്സിനകത്തിരിക്കുന്ന എന്തുവാ? വെള്ളമാന്നേ. പല ക്രിസ്ത്യാനികളുടെ ജീവിതത്തിന്റെ രീതി ഇങ്ങനെ. ഇരിപ്പും ഭാവവും കാര്യവും ഒക്കെ ശബ്ദവും ഒക്കെ മാറി വന്നാൽ ഞാൻ ഭക്തിയുടെ എല്ലാ ഭാവത്തിലുമാണ്, പക്ഷെ ഒഴിച്ചു കഴിഞ്ഞ് നോക്കുമ്പോൾ വെറും വെള്ളമോ ഒന്നുമില്ല. അതല്ല ദൈവം ആഗ്രഹിക്കുന്നത്. നടപ്പിലും ഭാവത്തിലും ചെയ്തിയിലും
വിശ്വസ്തതയിലും എല്ലാ കാര്യത്തിലും പറഞ്ഞ വാക്ക് പോലെ അല്ലെങ്കിൽ തന്റെ ഉപദേശം പോലെ നടപ്പും ജീവിതം കണ്ടാൽ തനി ചേരുന്നവരായിരിക്കുന്ന ദൈവഭക്തരായി ജീവിക്കാൻ നമുക്കിടയായി തീരണം. അതാണ് ദൈവം നമ്മളെ കുറിച്ച് ആഗ്രഹം. ഞാൻ പറഞ്ഞില്ലേ, ഈ വീഞ്ഞു കൊണ്ടുവരുന്ന പുള്ളിയെ കൊണ്ടുവരുന്ന കുടം പിടിച്ചുകൊണ്ട് വരുന്ന കണ്ടയോ പൊട്ടല്ലേ, ഇതിനകം മൊത്തം സത്യത്തില് പൊള്ളയായ ക്രിസ്തീയ ജീവിതം ഉപേക്ഷിച്ച് സത്യസന്ധമായി ദൈവം ജീവിക്കാൻ മാത്രമല്ല, നമ്മുടെ ചുറ്റുപാടും തെറ്റിക്കുന്ന, ഉപദേശത്തെ നശിപ്പിക്കുന്ന, ആളുകളെ മാറ്റിക്കളയുന്ന, കോട്ടിക്കളയുന്ന ആളുകളുടെ മുമ്പിൽ അതിനെ പഠിപ്പിക്കുവാനും നിലനിർത്തുവാനും അതിനെ തടയിടയിടുവാനും അല്ലെങ്കിൽ അതിനെ ശാസിക്കുവാനും കഴിയുന്ന ഉറപ്പുള്ള, പറയാൻ കെപ്പുള്ള, നമ്മൾ ഒരാളെ ചെന്ന് ശാസിച്ച പേര് പറയാം, എൻ്റെ അച്ഛാ ഞങ്ങൾക്ക് കുറെ ചരിത്രമൊക്കെ അറിയാം, മിണ്ടൽ എന്ന് പറയാൻ, വിരൽ ചൂണ്ടാൻ ഇടവരാതെ വണ്ണമുള്ള, പറയാൻ ബോൾഡായ, ദൈവഭക്തിയിൽ വളരുന്ന ദൈവഭക്തരായി തീരാൻ ദൈവം നമ്മളെല്ലാവരെയും സഹായിക്കട്ടെ. ദൈവസഭയ്ക്ക് അങ്ങനെയുള്ളവരാണ് ഈ കാലഘട്ടത്തിന് ആവശ്യം. നമുക്ക് പ്രാർത്ഥിക്കാം, നമുക്ക് ദൈവകരങ്ങളെ കേൾപ്പിക്കാം. കുറവുകളെ നികത്തിത്തരുന്ന ഒരു സ്വർഗത്തിലെ ദൈവമുണ്ട്. ശരിയായ ദൈവഭക്തരായി വളർന്നു വരാൻ ദൈവം നമ്മളേവരെയും സഹായിക്കട്ടെ. വചനത്താൽ ദൈവം നമ്മളെല്ലാവരെയും ധാരാളമായി അനുഗ്രഹിക്കട്ടെ. പ്രൈസ് ദി ലോർഡ്. താങ്ക് യു. ഞങ്ങളുടെ എല്ലാവരുടെയും സ്നേഹവും നന്ദിയും വളരെ ആദരവോടെ അറിയിക്കുന്നു. വളരെ പ്രധാനപ്പെട്ട വിശ്വാസ ജീവിതത്തിലെ എനിക്ക് തോന്നുന്നത് ഈ വിഷയത്തിന്റെ പഠനം നമ്മളെ ഒരിക്കലും ശിക്ഷാവിധിയിലേക്ക് നടത്തല്ലേ എന്ന് പ്രാർത്ഥിക്കാം. നമ്മളെ കൂടുതൽ കൂടുതൽ തെറ്റുകൾക്ക് കാരണക്കാരാക്കി തീർക്കല്ലേ എന്ന് പ്രാർത്ഥിക്കാം. നമ്മളുടെ ഒരു വളരെ ലളിതമായ വിശ്വാസ ജീവിതത്തിന്റെ വളരെ ഗൗരവമുള്ള ചില കാര്യങ്ങളാണ് നമ്മൾ കേട്ടതും നമ്മളോട് പറഞ്ഞതും. നമ്മൾ ചിലതിനെല്ലാം അവഗണിച്ചിട്ടിരിക്കുന്നതാണ്. നമ്മൾക്കറിയാം, നമ്മൾ നടക്കുമ്പോൾ വലിയ കല്ലിലൊന്നും നമ്മൾ തട്ടി വീഴാറില്ല. അതെല്ലാം നമ്മൾ ഒഴിവാക്കി കടന്നു പോകും. നമ്മൾ പലപ്പോഴും തട്ടി വീഴുന്നത് ചെറിയ ചെറിയ കല്ലുകളിലാണ്. ഇന്ന് നമുക്ക് തന്നെ ചിന്തിക്കാൻ, നമുക്ക് സ്വയം പരിശോധിക്കാൻ വളരെ ലളിതമാണ് ക്രിസ്തീയ ജീവിതം, വിശ്വാസ ജീവിതം. അത് വീഞ്ഞു കൊണ്ടുവന്ന 4 പേരെ പോലെയാകാതെ കൊണ്ടുവരുന്നത് സത്യസന്ധമായിരിക്കുക, യഥാർത്ഥമായിരിക്കുക, പറയുന്നത് ചെയ്യുക, അത്രയേ ഉള്ളൂ കാര്യം. പറയും പോലെ ജീവിക്കുക, ജീവിക്കാൻ പറ്റുന്നത് പറയുക. അതിന് കർത്താവ് ഈ വചനം നമ്മളെ ഒരുക്കട്ടെ, നമ്മളെ ബന്ധപ്പെടുത്തട്ടെ എന്ന് പ്രാർത്ഥിക്കാം. ഞങ്ങളുടെ സ്നേഹവും നന്ദിയും ഇത്തിരി ആദരവോടെ അറിയിക്കുന്നു. പ്രിയപ്പെട്ട ടോണി ബ്രദറിന് വേണ്ടി നമുക്ക് ദൈവസന്നിധിയിൽ ഒരു വാക്കിൽ, ചുരുങ്ങിയ വാക്കിൽ ഇങ്ങനെ പ്രാർത്ഥിക്കാം. കാരുണ്യവാനായ ദൈവമേ, സ്വർഗസ്ഥ പിതാവേ, നിന്റെ മകനെ നിന്റെ കരങ്ങളിലേക്ക് ഏൽപ്പിക്കുകയാണെന്ന് 3-ാം ദിവസവും നിന്റെ ഭൃത്യനിലൂടെ ഞങ്ങളുടെ ജീവിതത്തിന്റെ നേരെ വിരൽ ചൂണ്ടി സംസാരിച്ച, ഞങ്ങൾക്ക് പലപ്പോഴും ജയിക്കാൻ കഴിയാത്ത കുറെ മേഖലകളിലേക്ക് വിരൽ ചൂണ്ടി ഞങ്ങളെ കൈപിടിച്ചു കൊണ്ടുവന്നല്ലോ കർത്താവേ. യഥാർത്ഥ ഭക്തി, വിശുദ്ധ ജീവിതം, ശക്തരായി നിൽക്കേണ്ടതിന്റെ ആവശ്യം, ഇതെല്ലാം നീ ഞങ്ങളെ അറിയിക്കുന്ന ദൈവമാണല്ലോ. കാലാകാലങ്ങൾ, സമയാസമയത്ത് എൻ്റെ മകനെ നീ അതിനായിട്ട് ഉണർത്തിയതിനായിട്ട് സ്തോത്രം. തന്ന ആലോചനയ്ക്കായി നന്ദിപൂർവം ഈ ഡിവൈസിലുള്ള ഞങ്ങളെല്ലാവരും പ്രിയ ടോണി ബ്രദറിനെ, ആ കുടുംബത്തെ, മക്കളെ ഒക്കെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുക. അനുഗ്രഹിക്കണമേ, യേശുവിൻ നാമത്തിൽ തന്നെ ആമേൻ. പ്രാർത്ഥനയ്ക്കും ധ്യാനത്തിനുമായി നമുക്ക് നമ്മുടെ കണ്ണുകളെ ദൈവസന്നിധിയിൽ അടയ്ക്കാം. കേൾപ്പിച്ച ആ വചനത്തെ ഏറ്റെടുത്തുകൊണ്ട് വളരെ വിനയത്തോടെ നമുക്ക് ദൈവസന്നിധിയിലേക്ക് ചെല്ലാം. നമുക്ക് നമ്മെ തന്നെ സമർപ്പിച്ച് പ്രാർത്ഥിക്കാം. കർത്താവേ, ഞങ്ങളുടെ വ്യക്തിപരമായ ജീവിതത്തിൽ വന്നു പോകുന്ന ധാരാളം കുറവുകൾ, ക്രമം കെട്ട ജീവിതം, അനുസരണം കെട്ട ജീവിതം, ആർക്കും വഴങ്ങാത്ത സ്വഭാവം, ഈഗോ, ആരെയും വകവയ്ക്കാത്ത സ്വഭാവം, ധാർഷ്ട്യം,
ഞങ്ങൾ മാനസാന്തരപ്പെട്ടതാണ്, രക്ഷിക്കപ്പെട്ടതാണ്. യേശുവിനെ ഞങ്ങൾക്കറിയാം, യേശുവിനെ ഞങ്ങളെയും അറിയാം. പക്ഷെ ഈ കുറവുകൾക്കകത്ത് കിടന്ന് ഞങ്ങൾ പിടയുകയാണ്. ശരിക്കും ഇതൊന്ന് തിരുത്തിയില്ലെങ്കിൽ എങ്ങനെ സ്വർഗത്തിൽ പോകും നമ്മൾ? ഇതൊന്ന് തിരുത്തിയില്ലെങ്കിൽ എങ്ങനെ നമുക്ക് നിത്യത കിട്ടും? ആരെയും കുറ്റം പറയാതെ, ആരെക്കുറിച്ചും ഏഷണി പറയാതെ, എന്റെ ആത്മീക നേതൃത്വങ്ങൾക്ക് വഴങ്ങി തറുതല പറയാതെ ചടക്കമുള്ള ഒരു ക്രിസ്തീയ ജീവിതം എനിക്ക് തരണേ. ചടക്കമുള്ള ഒരു ക്രിസ്തീയ ജീവിതം എനിക്ക് തരണേ. പ്രായമായി കഴിഞ്ഞാൽ എന്തുമാകാമെന്ന് വിചാരിക്കരുത്. പ്രായമായാൽ കുറച്ചൊക്കെ നമ്മളുടെ മക്കൾ പറയുന്നത് കേൾക്കണം. ഒരു പ്രസ്ഥാനത്തിലാണെങ്കിൽ നേതൃത്വം പറയുന്നത് കേൾക്കണം. ഒരു വീടായാൽ വീട്ടിലെ നേതൃത്വം പറയുന്നത് അനുസരിക്കണം. കുടുംബമായാൽ ഭർത്താവ് പറയുന്നത് അനുസരിക്കണം. ദൈവമേ, എൻ്റെ ആ തലക്കനം ഒക്കെ ഒന്ന് കുറച്ച് എനിക്ക് എന്നെ തന്നെ ഒന്ന് വിശുദ്ധീകരിച്ച് ലജ്ജിപ്പാൻ സംഗതിയില്ലാത്തൊരു വേലക്കാരനായിരിക്കാൻ എന്നെ തന്നെ ഒരുക്കണമേ. എല്ലാവർക്കും പ്രാർത്ഥിക്കാം. ഈ പറഞ്ഞ ഏതെങ്കിലും കാര്യങ്ങളെ കുറിച്ച് ഞാനുമായിട്ട് ബന്ധപ്പെട്ടതാണ് എന്ന് തോന്നുന്ന എന്തെങ്കിലും വിഷയങ്ങൾ ഉണ്ടെങ്കിൽ ഒന്ന് ഏറ്റുപറഞ്ഞ് വിശ്വാസ ജീവിതത്തിൽ ഭക്തിയിൽ വളർന്നു വരാൻ ആഗ്രഹിക്കുന്നവർക്കെല്ലാം പ്രാർത്ഥിക്കാം. കുറെയൊക്കെ നമ്മൾ കുറിച്ചെടുത്തില്ലേ? കുറെയൊക്കെ മനസ്സിൽ കുറിച്ചില്ലേ? ചിലർ കുറിച്ചിട്ടുമില്ല, മനസ്സിലും കുറിച്ചിട്ടില്ല. ആകെ അറിയാവുന്നത് ഇത്രയായിരിക്കും. എനിക്ക് ഒത്തിരി കാര്യങ്ങൾ പ്രിയപ്പെട്ടവൻ പറഞ്ഞു. ഒരു കാര്യം എനിക്ക് മനസ്സിലായി, എൻ്റെ നാവിനെ ഞാൻ നിയന്ത്രിച്ചേ പറ്റൂ. എൻ്റെ ദൈനംദിന ജീവിതം ഒന്ന് ക്രമീകരിച്ചേ പറ്റൂ. ഞാനത് മനസ്സിലാക്കുന്നു കർത്താവേ, ഞാനത് മനസ്സിലാക്കുന്നു കർത്താവേ. എല്ലാവർക്കും ഞാനൊരു സമയം തരാം. പാപിയായ എന്നോട് കരുണ തോന്നണമേ എന്ന് പ്രാർത്ഥിക്കാൻ. ഒരിറ്റ് കണ്ണുനീരോടെ ഏറ്റുപറയാനുണ്ടെങ്കിൽ ഏറ്റുപറയാൻ. ഒരു ആണിപ്പാടുള്ള ഒരു കരം എൻ്റെ തലയ്ക്ക് നേരെ നീണ്ടുവരുന്നത് വിശ്വാസ കണ്ണുകൊണ്ട് കാണാമോ? അത് എൻ്റെ തലയിൽ വെച്ചിട്ട് മോളെ എന്ന് വിളിക്കുന്ന വിളി, മോനെ എന്ന് വിളിക്കുന്ന വിളി, ആ ശബ്ദത്തിന്റെ മുമ്പിൽ ഒന്ന് വിനയപ്പെടുത്തൂ. ഞാൻ വരുന്നു, എന്നെ സ്വീകരിക്കണമേ. ഞാൻ വരുന്നു കർത്താവേ, എന്നെ ഉപേക്ഷിക്കരുതേ. ഞാൻ വരുന്നു കർത്താവേ,
എന്നെ തള്ളിക്കളയരുതേ. യേശുവേ, നീ എന്നോട് കരുണ തോന്നണമേ. ഇന്ന് പകൽക്കാലം ജീവിക്കുന്നെങ്കിൽ അത് നിനക്ക് വേണ്ടിയായിരിക്കണമേ. പാപത്തിൽ വീഴാതെ എന്നെ സൂക്ഷിക്കണമേ. പാപം ചെയ്യാതെ എന്നെ കാത്തുകൊള്ളണമേ. എന്റെ നാവ് പിഴച്ചു പോകല്ലേ. എന്റെ നോട്ടം തെറ്റിപ്പോകല്ലേ. ക്രമം കെട്ട് നടക്കാൻ ഇടയാകരുതേ. ഈ പകൽക്കാലം എനിക്ക് ഏറ്റവും അനുഗ്രഹിക്കപ്പെട്ട ദിവസമായിരിക്കേണ്ടതിന് ഇതാ ഞാൻ എന്നെ സമർപ്പിക്കും. ഞാനൊരു രോഗിയാണ്, ഞാനൊരു പാപിയാണ്, തിരുക്കുറവുകൾ എനിക്കുണ്ട്. എന്നാൽ എളിയവരെ ഇഷ്ടപ്പെടുന്ന അങ്ങയുടെ കരങ്ങളിലേക്ക് ഞാനിതാ എന്നെ സമർപ്പിക്കും. സ്തോത്രം. വചനം പ്രസംഗിക്കുന്ന ആളാണ് ഞാൻ. പാട്ടുപാടുന്നവനാണ് ഞാൻ. സേവികാ സംഘത്തിലെ അംഗമാണ് ഞാൻ. മറ്റുള്ളവരുടെ മുമ്പിലൊക്കെ വലിയ വലിപ്പമാണ്. പക്ഷെ കർത്താവേ, നിന്റെ മുൻപിൽ, നിന്റെ നോട്ടത്തിൽ എന്തെങ്കിലും കുറവുണ്ടെങ്കിൽ ക്ഷമിക്കണമേ, പൊറുക്കണമേ. പ്രൈസ് ദി ലോർഡ്. നമുക്ക് നമ്മുടെ മക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാനുള്ള സമയമാണല്ലോ. മക്കളുടെ പേരുകൾ പറയാം, അടുത്ത് വിളിച്ചു നിർത്താം. അവർ വിവാഹിതരെങ്കിൽ ജീവിത മരുമക്കളെ വിളിക്കാം. കൊച്ചുമക്കളുടെയൊക്കെ പേര് പറഞ്ഞ് അടുത്ത് വിളിച്ചു നിർത്തി ഞാനും എൻ്റെ കുടുംബവുമോ ഞങ്ങളൊന്ന് ഒരുമിച്ച് പ്രാർത്ഥിക്കട്ടെ എന്ന ചിന്തയോടെ. അവരൊരു പക്ഷെ വിദേശത്തായിരിക്കാം. ഇന്ന് രാവിലത്തെ മോർണിംഗ് ഫെലോഷിപ്പില് ഞാനും എൻ്റെ മക്കളും ഞങ്ങൾ ഒരുമിച്ചിരുന്നൊന്ന് പ്രാർത്ഥിച്ചോട്ടെ. എല്ലാവരെയും അടുത്ത് വിളിച്ചു നിർത്തിയിട്ട് അപ്പ അമ്മ എന്ന നിലയിൽ അവരൊക്കെ അനുഗ്രഹിച്ച് പ്രാർത്ഥിച്ചാട്ടെ. ജീവിത പങ്കാളിക്ക് വേണ്ടി, മാതാപിതാക്കൾക്ക് വേണ്ടി എല്ലാം ഒരു നിമിഷം എല്ലാവർക്കും പ്രാർത്ഥിക്കാം. കർത്താവേ, നിന്റെ നാമത്തിൽ അടിയന്റെ മക്കളെ ഇന്ന് രാവിലെ, ഇന്നും രാവിലെ കൈവച്ച് അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കും. ദൈവകൃപയിൽ അവരെ വളർത്തണമേ. എന്റെ മകനിലൂടെ കേട്ടതുപോലെ സുബോധമുള്ള യുവാക്കളായി അവർ വളർന്നു വരണം. നിരപവാദ്യരായി കാണപ്പെടാൻ സഹായിക്കും. ദോഷങ്ങളാൽ ബന്ധിക്കപ്പെടരുതേ. ദുഷ്ടന്റെ കണ്ണിലും കയ്യിലും അകപ്പെടരുതേ. കർത്താവിന്റെ നാമത്തിൽ എൻ്റെ മക്കളെ, എൻ്റെ ജീവിത പങ്കാളി, എൻ്റെ മാതാപിതാക്കളെ, എൻ്റെ വീട്ടിലുള്ള എല്ലാവരെയും സമർപ്പിക്കും. പ്രൈസ് ദി ലോർഡ്. നമ്മൾ ചേർന്ന് നിൽക്കുന്ന സഭയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കാം. വൈദികരെ, ബിഷപ്സിനെ, പാസ്റ്റേഴ്സിനെ, എൽഡേഴ്സിനെ, നമ്മൾ പതിവായി സംബന്ധിക്കുന്ന കൂട്ടായ്മ, അതിന് നേതൃത്വം കൊടുക്കുന്നവരെയൊക്കെ ഓർക്കുക. നമ്മുടെ സഹോദരീ സഹോദരങ്ങളെ ഓർത്താട്ടെ. അയൽവാസികളെ, ബന്ധുക്കളെ, സുഹൃത്തുക്കളെ ഒക്കെ ഓർക്കുക. ആരെങ്കിലുമായിട്ട് വഴക്ക് പിടിച്ചിട്ടാണോ രാവിലെ അവിടെ ഇരിക്കണേ? ആരെങ്കിലും വിളിച്ചാൽ വിളി കേൾക്കാതെയും വീട്ടിൽ കയറിപ്പോകാതെയുമുള്ള അകലമുണ്ടോ? എങ്കിൽ ക്ഷമിച്ച് പ്രാർത്ഥിക്കുക അവർക്ക് വേണ്ടി.
പ്രൈസ് ദി ലോർഡ്. നമുക്ക് നമ്മുടെ ഭവനത്തെ ഓർത്ത് പ്രാർത്ഥിക്കാം. വീട്, പറമ്പ്, പുരയിടം, ചുറ്റുപാടുകളെല്ലാം ഏൽപ്പിക്കാം. കർത്താവേ, നീ എൻ്റെ വീട്ടിൽ നിന്ന് പോകരുതേ. ദുഷ്ടൻ ഞങ്ങളുടെ കോമ്പൗണ്ടിനകത്ത് കാൽ കുത്താൻ നീ അനുവദിക്കരുതേ. ഞങ്ങളെ നശിപ്പിക്കാൻ നോക്കുന്ന അന്ധകാര ശക്തികളെ നിന്റെ നാമത്തിൽ ബന്ധിച്ച് പ്രാർത്ഥിക്കും. ഞങ്ങളുടെ വരുമാനങ്ങളെ വർദ്ധിപ്പിക്കണമേ, ചെലവുകളെ പരിമിതപ്പെടുത്തണം. സകലവിധ ശാപദോഷങ്ങളിൽ നിന്നും സകലവിധ പാരമ്പര്യ കെട്ടുകളിൽ നിന്നും സകല തിന്മകളിൽ നിന്നും ഞങ്ങളുടെ ഭവനത്തെ തിരുരക്തത്താൽ സംരക്ഷിക്കണമേ. നീ ഞങ്ങളുടെ യജമാനനും കാവൽക്കാരനും, നിന്റെ രക്തം ഞങ്ങൾക്ക് അടയാളവുമായിരിക്കണം. പ്രൈസ് ദി ലോർഡ്. ഭാരതത്തിന് വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. ഇന്ത്യയിലെ എല്ലാ ഭരണാധികാരികളെയും അവരുടെ അധികാരവും അവരുടെ അഹങ്കാരവും നമ്മുടെ രാജ്യത്തെ നശിപ്പിക്കാതെ ദൈവത്തിന്റെ അധികാരത്തിന് കീഴിലായിരിക്കാൻ പ്രാർത്ഥിക്കും. കർത്താവിന്റെ വേല ചെയ്യുന്ന വേലക്കാരെ, സുവിശേഷ നിമിത്തം വേദനയേൽക്കുന്നവരെ, സഭാ സംഘടനാ വ്യത്യാസമില്ലാതെ കർത്താവിന്റെ വേലയിൽ ഏർപ്പെട്ടിരിക്കുന്ന എല്ലാവരെയും ഓർക്കുക. കർത്താവേ, ഇന്ന് പകൽക്കാലം നിനക്ക് വേണ്ടി എന്തെങ്കിലുമൊക്കെ ഒരു നന്മ ചെയ്യാൻ അവസരം തായോ. ഇന്ന് പകൽക്കാലം എൻ്റെ കണ്ണിന് മുമ്പിൽ വരുന്നവരെല്ലാം അനുഗ്രഹിക്കാൻ എനിക്ക് കൃപ തായോ. അങ്ങയുടെ കരങ്ങളിലേക്ക് സർവ്വതും സമർപ്പിക്കുന്നു. അങ്ങ് പഠിപ്പിച്ച പ്രാർത്ഥനയിലൂടെ അപേക്ഷിക്കുക, കൃപയോടെ കേൾക്കണമേ. മത്തായിച്ചനുണ്ടോ? സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, നിന്റെ തിരുനാമം പരിശുദ്ധമാക്കണമേ. നിന്റെ രാജ്യം വരണമേ. നിന്റെ തിരുവിഷ്ടം സ്വർഗത്തിലെ പോലെ ഭൂമിയിലും ആകണമേ. ഞങ്ങൾക്ക് ആവശ്യമായിരിക്കുന്ന അപ്പം ഇന്ന് ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങൾ ക്ഷമിച്ചതുപോലെ ഞങ്ങളുടെ കടങ്ങളും പാപങ്ങളും ഞങ്ങളോടും ക്ഷമിക്കണമേ. പരീക്ഷയിലേക്ക് ഞങ്ങൾ പ്രവേശിപ്പിക്കരുതേ, ദുഷ്ടൻ ഞങ്ങളെ കാത്തു രക്ഷിച്ചു കൊള്ളണമേ. എന്തോടും ആ രാജ്യവും ശക്തിയും മഹത്വവും എന്നും എന്നേക്കും നിനക്കുള്ളതാകുന്നു. ആമേൻ. പിതൃപുത്ര പരിശുദ്ധാത്മാവാം ദൈവത്തിന്റെ കൃപയും സമാധാന അനുഗ്രഹങ്ങളും നാം എല്ലാവരോടുകൂടിയും നമ്മെ കേൾപ്പിച്ച തിരുവചന സത്യങ്ങളോടുകൂടെ സംസാരിച്ച അങ്ങയുടെ ദാസനോടുകൂടെ നമ്മോർത്ത് പ്രാർത്ഥിച്ചുള്ള സകല വിഷയങ്ങളോടുകൂടെ ഇപ്പകൽക്കാലം കർത്താവ് നമ്മെ പരമേൽപ്പിച്ചിട്ടുള്ള ശുശ്രൂഷകളോടുകൂടെ എന്നും എന്നാളും എന്നേക്കും ഉണ്ടായിരിക്കുമാറാകട്ടെ. ആമേൻ. നമ്മുടെ കർത്താവായ യേശുക്രിസ്തു മുഖേന ഇന്ന് പ്രഭാതം ചെയ്യുന്ന ദൈവത്തെ കരങ്ങൾ ഉയർത്തി സ്തോത്രം ചെയ്യാം. രാവിലെ കരമുയർത്തി സ്തോത്രം ചെയ്യാൻ പറയുമ്പോ ഇങ്ങനെയല്ല, രണ്ട് കൈയും ശരിക്കും ഉയർത്തി നന്നായിട്ട് സ്തോത്രം ചെയ്ത ഭയങ്കര സുഖ മനസ്സിന് ശരീരം. പ്രൈസ് ദി ലോർഡ്. ടോണി ബ്രദറെ ഒത്തിരി സന്തോഷം, നന്ദി. പ്രത്യേകം നന്ദി അറിയിക്കുന്നു. നമ്മുടെ യാക്കോബച്ചൻ ഉണ്ടോ ഇതിനകത്ത്? PVJ യാക്കോബച്ചൻ അച്ഛനുണ്ടോ? ഇല്ല. ഇന്ന് മധ്യസ്ഥ പ്രാർത്ഥനയ്ക്കും പരിചയപ്പെടുത്താനുമുള്ള സമയമാണ്. നിങ്ങൾക്ക് നിങ്ങളുടെ പ്രാർത്ഥനാ വിഷയങ്ങൾ ഷെയർ ചെയ്യാം. പ്രാർത്ഥനാ വിഷയങ്ങൾ നോട്ട് ചെയ്ത് അതിനുവേണ്ടി പ്രത്യേകമായിട്ട് പ്രാർത്ഥിക്കും. തുടർന്ന് പരിചയപ്പെടുത്തി ഇപ്പം നമുക്ക് സന്തോഷമായിട്ട് പിരിയാമല്ലോ. ദൈവം അനുഗ്രഹിക്കട്ടെ. പ്രിയപ്പെട്ട എല്ലാം ചേച്ചി പ്രാർത്ഥനാ വിഷയങ്ങൾ നോട്ട് ചെയ്ത് പ്രാർത്ഥനയ്ക്ക് നേതൃത്വം നൽകും. വലിയ തിരക്കില്ലാത്തവരൊക്കെ ചേർന്നിരിക്കുക. ഇതൊരു ശുശ്രൂഷയാണല്ലോ. 7 മണിക്ക് അവസാനിക്കും. അപ്പോൾ നമുക്ക് 7 മണിക്ക് പിരിയാൻ കുഴപ്പമില്ലാത്തവർ ചേർന്നിരിക്കുക. പ്രാർത്ഥനാ വിഷയങ്ങളൊക്കെ നോട്ട് ചെയ്തെടുക്കുക. മറ്റുള്ളവർക്ക് വേണ്ടി എല്ലാ ദിവസവും ഓർത്ത് പ്രാർത്ഥിക്കുക. ദൈവം അനുഗ്രഹിക്കട്ടെ. ഓക്കെ, പ്രാർത്ഥനാ വിഷയങ്ങൾ ഷെയർ ചെയ്യുക. ഷേർലി, ഞാൻ ബ്ലഡ് ടെസ്റ്റ് ചെയ്യാൻ പോവാ. കൗണ്ട് നോർമൽ ആവാൻ വേണ്ടി പ്രാർത്ഥിക്കാം. ആരാണ് ഷേർലി? ഇറങ്ങാൻ പോവാ. ഓക്കെ, ഒരു വാക്ക് പ്രാർത്ഥിക്കാം. ഞങ്ങളുടെ നല്ല ദൈവമേ, കരുണയുള്ള കർത്താവേ, ഷേർലിക്ക് വേണ്ടി പ്രാർത്ഥിക്കുക. നിന്റെ മകളുടെ ശാരീരിക സ്ഥിതി നീ അറിയുന്നല്ലോ. ഞങ്ങളെല്ലാവരും നിന്റെ മകളെ പ്രാർത്ഥിച്ചയക്കുക കർത്താവേ. ഇന്ന് കൗണ്ട് നോർമലായി കീമോ നടക്കുവാൻ തക്കവണ്ണം സഹായിക്കണം. എന്റെ കരുണയ്ക്കായി പ്രാർത്ഥിക്കുന്നു. കൃപയോടെ കേൾക്കണമേ. ഓക്കെ ഷേർലി, പോയി വാ. ഓക്കെ, താങ്ക് യു സാർ. ഓക്കെ, വേറെ ആരെങ്കിലും ഉണ്ടോ? സരം ചേച്ചി പറഞ്ഞോ. ഞാനൊന്ന് വീണു സാറേ. വീണതിന് കൈക്ക്
ഭയങ്കരമായിട്ട് ഇച്ചിരി വേദനയും നീരും ഒക്കെ ഉണ്ട്. സ്ലിങ്ങിലിട്ടേക്കുക. എവിടെ വീണു? വീട്ടിൽ തന്നെ വീണത്, തെന്നി വീണു. ഏത് കയ്യാ? വലത് കൈ. അതുകൊണ്ട് ഇന്നിപ്പോ എഴുതാനും കൈ വെക്കാനും ഒന്നും പറ്റിയില്ല. എന്നാലും ദൈവം എന്നെ കരുതി സാറേ, വേറെ അധികം ഒന്നും പറ്റാതെ ഒരു ചെറിയൊരു ഇച്ചിരി പൊട്ടലാവുന്നു. ദൈവം കരുതിയതിനായിട്ട് സ്തോത്രം. നമ്മുടെ മാരാക്കിലെ ജോസേട്ടൻ ഇന്നലെ ഓപ്പറേഷൻ ചെയ്ത് ICU വാർഡിലാണ് ഇപ്പോ. ഓക്കെ. മാരാക്കിലെ ജോസ് നമ്മുടെ ഹോസ്പിറ്റൽ ടീമിലെ സെക്രട്ടറിയാണ്. പോസ്റ്റേറ്റിന്റെ ഒരു ചെറിയ ഓപ്പറേഷനാണ്, മൈനർ ഓപ്പറേഷൻ. വേറെ ആരാ? ഞാൻ കുറച്ച് ദിവസത്തിന് മുമ്പ് എൻ്റെ മകളുടെ ഒരു തലവേദനയുടെ ബുദ്ധിമുട്ട് പറഞ്ഞു പ്രാർത്ഥിച്ചിട്ടുണ്ടായിരുന്നു. ഒരു ബുദ്ധിമുട്ടും കൂടാതെ അതങ്ങ് മാറി. ഡോക്ടറെ കണ്ടു, ഞാൻ ചെയ്തു, ഒന്നും ഒരു പ്രശ്നവുമില്ല എന്ന് പറഞ്ഞു. ദൈവത്തിന് സ്തുതി. ഇനി അവളുടെ വിവാഹ കാര്യങ്ങളിൽ ഞങ്ങൾ വളരെ വറീഡായിരിക്കുന്നു. ഒന്നും മുമ്പോട്ട് നീങ്ങുന്നില്ല. അതിനുവേണ്ടി ഒന്ന് ശ്രദ്ധയോടെ പ്രാർത്ഥിക്കുന്നു. മകളുടെ പേര് ടിങ്കു. പ്രൈസ് ദി ലോർഡ്. എൻ്റെ കസിന്റെ മകള് സുനിത, അവള് 2 ദിവസമായി ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ആയിട്ട് ലേബർ റൂമിൽ കയറ്റിയിട്ടുണ്ട്. പക്ഷെ ഡോക്ടർ പറയുന്നത് ഇന്ന് പുലർച്ചെ ആകുമ്പോഴേക്കും പ്രസവമാകണം എന്ന്. എന്താ വെച്ചാൽ എല്ലാം കറക്റ്റാണ്, ഫസ്റ്റ് ഡെലിവറിയാണ്. അപ്പൊ എല്ലാവരും ഒന്ന് പ്രാർത്ഥിക്കണേ കേട്ടോ, നോർമൽ ഡെലിവറി, ആരോഗ്യമുള്ള ഒരു കുഞ്ഞ് കിട്ടാൻ. വേറെ ആരെങ്കിലും ഉണ്ടോ? പറഞ്ഞോ തങ്കച്ചായ. എന്റെ മോനെ ഇന്ന് ശോഭനെ ഷിപ്പിൽ കയറുവാനായിട്ട് ബ്രസീൽ എന്ന സ്ഥലത്ത് ദോഹ വഴി ഇന്ന് രാവിലത്തെ 3 മണിക്കത്തെ ഫ്ലൈറ്റിന് പോയി. സുഖമായിട്ട് ദൈവകൃപയാൽ സുഖമായി അതെ. പ്രൈസ് ദി ലോർഡ് സാറേ. കഴിഞ്ഞ ദിവസം ഒരു ആഷ്ലി ഡെലിവറിക്ക് വേണ്ടി അഡ്മിറ്റ് ആയത് നമ്മൾ പ്രാർത്ഥിച്ചായിരുന്നു. അത് ഇന്നലെ രാവിലെ ഡെലിവറി ആയി. പെൺകുഞ്ഞ്, അമ്മയും കുഞ്ഞും സുഖമായിരിക്കുന്നു. ദൈവത്തിന് സ്തോത്രം. പേര് പറഞ്ഞേരെ. ആഷ്ലി. കഴിഞ്ഞ ദിവസം നമ്മൾ പേര് പറഞ്ഞ് പ്രാർത്ഥിച്ചതാ. ഞാനിവിടെ ഇട്ടത്തിരിക്കും, ഇവിടെ കറണ്ട് ഇല്ല. എന്റെ മോന് അമിത് ഐസക് പുതിയ സ്കൂളിൽ പോകുന്നു. പിന്നീട് മക്കൾ 2 പേരും. കേട്ടില്ലല്ലോ, ഒന്നുകൂടെ പറഞ്ഞു. ഓ മനസ്സിലായി. അബിയും അനിയും ഇന്ന് പുതിയ സ്ഥലത്ത് പുതിയ സ്കൂളിൽ പോകുന്നു ആദ്യമായിട്ട്. പിന്നെ ഉണ്ണിക്ക് ഇന്ന് താക്കോൽ കിട്ടുമെന്ന് പറഞ്ഞത് കിട്ടാൻ വേണ്ടി. നമ്മുടെ അവറാച്ചൻ ചേട്ടൻ്റെ വയറിൽ വെള്ളം കെട്ടിയിട്ട് ഇന്നലെ മിനിഞ്ഞാന്ന് രാത്രി ഡോക്ടറെ കൊണ്ടുവന്ന് വീട്ടിൽ വെച്ച് എൻ്റെ വെള്ളം ചോർത്തി കളഞ്ഞ്. ഇപ്പോഴും അത് വയറിങ്ങനെ വീർത്ത് വല്ലാത്തൊരവസ്ഥയിൽ. ഇന്നലെ ഞങ്ങൾ ഇവിടുന്ന് കുറച്ച് പേര് പോയി പ്രാർത്ഥിക്കാനൊക്കെ ആയിട്ട് പോയിരുന്നു. പ്രൈസ് ദി ലോർഡ് സാറേ. സാറേ, ക്രിസ്റ്റോയ്ക്ക് പ്രപ്പോസലുകളൊക്കെ വരുന്നുണ്ട്. അപ്പൊ നല്ല ഉത്തമമായൊരു അന്വേഷിക്കാനായിട്ട് പ്രാർത്ഥിക്കണേ. അതെ. എന്റെ മോനും ഡിസ്ചാർജായി വന്നു ഹോസ്പിറ്റലിൽ നിന്ന്. അമിത് ഐസക്. ജോയിൻസിന് എപ്പോഴും നല്ല പെയിൻ ഉണ്ട്. മറ്റു കുഴപ്പങ്ങളൊന്നും ഇല്ലെന്ന് പറഞ്ഞു. അമിത് ഐസക് ഇപ്പോഴും ഹോസ്പിറ്റലിലാണോ? അതോ? ഇല്ല, ഇന്നലെ ഡിസ്ചാർജ് ആയി വന്നു. വേറെ ആരെങ്കിലും ഉണ്ടോ? ഓക്കെ. ഹല്ലേലൂയ, സ്തോത്രം. നമുക്ക് പ്രാർത്ഥിക്കാം. വചനം പറയുന്നു, നാം അവന്റെ ഇഷ്ടപ്രകാരം
എന്തെങ്കിലും അപേക്ഷിച്ചാൽ അവൻ നമ്മുടെ അപേക്ഷ കേൾക്കുന്നു എന്നുള്ളത് നമുക്ക് കർത്താവിലുള്ള ധൈര്യമാകുന്നു. അതുകൊണ്ട് തന്നെ നമ്മുടെ കണ്ണുനീരും നമ്മുടെ പ്രാർത്ഥനയും കണ്ട് മനസ്സലിയുന്ന ആ നല്ല കർത്താവിലേക്ക് നമ്മുടെ ഓരോ വിഷയങ്ങളും സമർപ്പിക്കാം. നമ്മുടെ പ്രാർത്ഥനാ വിഷയങ്ങൾ ഓരോന്നായിട്ട് അവൻ്റെ സന്നിധിയിലേക്ക് സമർപ്പിക്കുമ്പോൾ അവൻ നമ്മുടെ പ്രാർത്ഥന കേട്ടു എന്നുള്ള ആ ഒരു ഉറച്ച വിശ്വാസത്തോടെ സ്തോത്രത്തോടുകൂടെ നമ്മൾ കർത്താവിൻ്റെ സന്നിധിയിലേക്ക് അടുത്ത് ചെല്ലാം. നമുക്ക് പ്രാർത്ഥിക്കാം. ഷാർലി സഹോദരി ഓർത്ത് നമുക്ക് പ്രാർത്ഥിക്കുക. ഇന്ന് ഇപ്പോൾ ഹോസ്പിറ്റലിലേക്ക് കടന്നു പോകുന്നു. ബ്ലഡ് ടെസ്റ്റ് ഒക്കെ ചെയ്യുവാനായിട്ടാവുന്നല്ലോ പ്രിയ മകൾ കടന്നു പോകുന്നത്. കൗണ്ടൊക്കെ നോർമലായിട്ട് കീമോതെറാപ്പി അത് ചെയ്യുവാനും കർത്താവെ അതിലൂടെ ഒരു പൂർണ്ണ സൗഖ്യം ലഭിക്കാൻ തക്കവണ്ണം പ്രിയ മകളെ അവിടെ നിന്ന് സഹായിക്കണമേ എന്ന് പ്രാർത്ഥിക്കുക. കർത്താവ് ഇടയ്ക്കിടയ്ക്കൊക്കെ കൗണ്ട് കർത്താവ് അത് അബ്നോർമലായി ഒക്കെ പോകുന്നുണ്ടല്ലോ കർത്താവ്. എന്നാൽ ഇന്ന് അത് നോർമലായി കാണുവാൻ കർത്താവ് സഹായിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. പൂർണ്ണ സൗഖ്യത്തെ കൊടുക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. ശലോമി സഹോദരി ഓർത്ത് പ്രാർത്ഥിക്കാം. കർത്താവ് നിന്റെ മകള് വീണ് വലത് കൈക്ക് പരിക്കേറ്റിട്ടുണ്ട്, വേദനയുണ്ട് എന്നൊക്കെ പറയുവാനായിട്ട് ഇടയായല്ലോ കർത്താവെ. നിന്റെ മകളോട് മനസ്സലിയണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവെ വേദനയുള്ള ഭാഗത്ത് കർത്താവെ ആ പൊട്ടലുള്ള ഭാഗത്ത് നിന്റെ കരം ഒന്ന് സ്പർശിച്ച് കർത്താവെ പൂർണ്ണ സൗഖ്യത്തെ അവിടുന്ന് കൊടുക്കണമേ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുക. കർത്താവെ നന്ദിയോടെ സ്തുതിക്കുന്നു. സഹോദരനായിട്ട് ഞങ്ങൾ പ്രാർത്ഥിക്കുക. കർത്താവ് ഓപ്പറേഷനൊക്കെ കഴിഞ്ഞിട്ട് വിശ്രമിക്കുകയാണ്. കർത്താവെ നിന്റെ മകനോട് കരുണ ചെയ്യണമെന്ന് പ്രാർത്ഥിക്കുക. കർത്താവെ നിന്റെ മകനും കർത്താവ് പൂർണ്ണ സൗഖ്യം പ്രാപിച്ച് ഹോസ്പിറ്റലിൽ നിന്ന് മടങ്ങി വന്ന് കർത്താവ് ശുശ്രൂഷകളിലൊക്കെ പങ്കാളിയാകുവാൻ തക്കോണം പ്രിയ കർത്താവ് സഹായിക്കുമാറാകണമെന്ന് പ്രാർത്ഥിക്കുന്നു. നന്ദിയോടെ ഞങ്ങൾ അങ്ങേ സ്തുതിക്കുക, സ്തോത്രം ചെയ്യുന്നു കർത്താവെ. അതുപോലെ ടിങ്കുവിന്